പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്നു. കർത്താവ് 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാണ്. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഈശോ ഇന്നീ പ്രാർത്ഥനയുടെ കുരിശിൻ്റെ ഒരു ആശീർവാദം കിട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഓർക്കുന്നത്. ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആശീർവദിക്കുന്നു. നീ രേഖകൾ ഒപ്പിടുമ്പോഴേ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു. നീ ഒരു പുസ്തകം വായിക്കുമ്പോഴേ, നീ എഴുതുമ്പോഴേ, നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഡോക്ടർ നിൻ്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ചു തരികയും കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും
നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി, ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും, പെട്ടെന്ന് കഴിക്കുമായിരിക്കും, സാരമില്ല. എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ, നീ ഇന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ, ശുദ്ധവെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഭയിലെ നോൻപ് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും നോൻപ് ജീവിതത്തിലാണ്. മറ്റേത് കാലഘട്ടങ്ങളെക്കാളും എല്ലാ സമൂഹങ്ങളിലും ഇപ്പോൾ ഉടമ്പടി എടുത്ത് അനുതാപത്തോടെയും അനുരഞ്ജനത്തോടെയും ആത്മാഭിഷേകത്തോടും ജീവിക്കുന്ന ഒരു പുളിമാവ് പോലത്തെ ഒരു ചെറിയ ഘടകം ലോകം മുഴുവനുണ്ട്. ഇവർ ലോകത്തെ പൊളിപ്പിക്കുന്നുണ്ട് ശരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം സിംഗപ്പൂർ ധ്യാനം നടത്തിയപ്പോൾ അവിടുത്തെ അച്ഛൻ, വികാരിച്ചൻ, മെജോച്ചൻ, ഞാൻ ചിക്കാഗോയിൽ ധ്യാനം നടത്തിയതിൻ്റെ വെളിച്ചത്തിലാണ് എന്നെ വിളിച്ചത് ധ്യാനിപ്പിക്കാൻ. അതിന് കാരണം അച്ഛൻ്റെ ഇടവകയിൽ 45 കുടുംബങ്ങൾ ഉടമ്പടി എടുത്തവരുണ്ട്. ഉടമ്പടി എടുത്തവരുടെ ജീവിത രീതികളും അച്ഛൻ ഞങ്ങളിങ്ങോട്ട് പോരാൻ നേരത്ത് പറഞ്ഞത്, ഇനി ഉടമ്പടി ധ്യാനം കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, ഇനി ഞങ്ങളുടെ ബാധ്യത കൂടിയെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ ഉടമ്പടി ജീവിപ്പിക്കാനുള്ള ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, അത് ഇരട്ടിയായിരുന്നു. അച്ഛൻ നല്ല ഉത്തരവാദിത്തമുള്ള അച്ഛനാണ് സഭയോടും ദൈവജനത്തോടും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് അത് ശരിയുമാണ്. ശരിക്കും പറഞ്ഞത് ചില അച്ഛന്മാരുടെ കുമ്പസാരിക്കാൻ ചെല്ലുമ്പോൾ അവർ അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു വിടും. അവർക്ക് കുമ്പസാരിപ്പിക്കാൻ താല്പര്യമില്ലയോ അഭിഷേകം ഇല്ലാതിരിക്കുക എന്ത് വിഷയമാണ്. അതിന് ഉടമ്പടിയുടെ പുറത്തും അത് എടുത്തവരുടെ മേലും കുതിര കയറിക്കൊണ്ട് അവർ ഒഴിവാക്കും. പക്ഷേ ഈ അച്ഛനായി മെജോച്ചൻ അങ്ങനെയല്ല. മെജോച്ചൻ പറഞ്ഞത്, ഞങ്ങളുടെ ബാധ്യത കൂടി ഇനി അത് ദൈവത്തോട് അടുത്ത് നിന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ജനങ്ങളെ വിശുദ്ധീകരിച്ച് ശക്തീകരിച്ച് ജനങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ കൂടെ സ്വർഗീയ ജെറുസലേമിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഇടവക വികാരിമാർ അങ്ങനെ പറയും. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അച്ഛനെയും മെജോച്ചനെയും അവിടെ ഉടമ്പടി എടുത്ത് ജീവിച്ച ആൾക്കാരെ കണ്ടപ്പോഴാണ് ഇതൊരു നല്ല ജീവിത രീതിയാണല്ലോ എന്ന് മനസ്സിലാക്കിയത്. ഉടമ്പടി ഒരു ധ്യാനമല്ല, ഒരു ജീവിത രീതിയാണ്. ദൈവമായിട്ട് ഉടമ്പടി ജീവിക്കുക, അത് സുവിശേഷത്തിൻ്റെ ആദ്യകാലം മുതലേ ഉള്ളതാണ്. ഞാൻ ഈ വിഷയമെല്ലാം പറയുന്നതും ഡെയിലി ബ്രെഡെല്ലാം പറയുന്നതിൻ്റെ പിന്നിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചവർക്ക് എല്ലാ ദിവസവും ആത്മീയമായ ഭക്ഷണം കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. അല്ലാതെ ഉടമ്പടി എടുക്കാതെ കേൾക്കുന്നവർക്ക് ഉടമ്പടി എടുക്കാനുള്ള ഒരു കൊതിയും താല്പര്യവും ഉണ്ടാകണം. ഞാൻ എന്താ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോൻപ് കാലത്ത് ചില മനുഷ്യർ നമ്മൾ ജീവിച്ചു വരുമ്പോൾ ഇങ്ങനെ ജീവിച്ചു വരത്തില്ലേ. അപ്പം ജീവിതത്തിൽ പല പല കാലാവസ്ഥകളും കുടുംബങ്ങളിൽ പല പല ന്യൂനമർദ്ദങ്ങളും ഒക്കെയാണല്ലോ. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ആത്മീയ ശൈത്യം ഉണ്ടാകും. കുളിരിൻ്റെ കാലം ഉണ്ടാകത്തില്ലേ, എത്ര പുതച്ചാലും വിറച്ചുകൊണ്ടിരിക്കും. ആത്മീയ ശൈത്യങ്ങളുടെ കാലഘട്ടം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആത്മീയ ജീവിതത്തിൽ ആ ശൈത്യത്തെ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആത്മീയ പരിചരണം കിട്ടാത്തവരാണെങ്കിൽ ബാക്കിലായി പോകും. ചിലപ്പോൾ ചില പാപസാഹചര്യങ്ങൾ കൊണ്ട് ആൾക്കാർ ബാക്കിലായി പോകും. ഞാൻ ഈ ദിവസങ്ങളിൽ പള്ളിയിൽ പറയായിരുന്നു, അതായത് നോൻപെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്തയെന്ന് പറയണത്, നമ്മൾ ഇടവ പള്ളിയിലോട്ട് പോകുന്നു, അപ്പനും മക്കളും എല്ലാവരും കൂടി. അപ്പോൾ പലർക്കും നടക്കാനുള്ള ശേഷി പലതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ 3 വയസ്സുകാരും 4 വയസ്സുകാരും ഒക്കെ നമ്മുടെ കയ്യെപ്പിടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ചില സമയത്ത് അവർ പുറകിലായി പോകും. അവരതൊക്കെ കണ്ട് പൂ കണ്ടും പുഷ്പം കണ്ടും ഒക്കെ നിൽക്കണത്, കിള്ളാൻ നോക്കണത്, പൂ തുമ്പിയെ കണ്ട് അതിൻ്റെ പുറകെ വായുമ്പൊഴുത്ത് നിൽക്കണൊക്കെയാണ് സംഭവം. പക്ഷെ അവർ പുറകിലായി പോകും. അപ്പോഴെന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ പുറകിലായി പോയാൽ എന്ത് ചെയ്യും? മാതാപിതാക്കന്മാരവിടെ നിൽക്കും. ആ മക്കൾ സ്വന്തമായിട്ട് നടന്ന് അവരുടെ ഒപ്പം എത്താൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യും സ്നേഹത്തോടെ. എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്ന നോൻപ് ദൈവം നിൽക്കണ ഒരു സമയമാണ്. അപ്പം നമ്മൾ പുറകിലായി പോയെങ്കിൽ നമുക്ക് സ്നേഹപ്രവർത്തകളിലൂടെ, പുണ്യപ്രവർത്തികളിലൂടെ, സുവിശേഷ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മുമ്പിൽ വരാൻ കഴിയണം. അത് നമ്മുടെ തന്നെ ഒരു ശ്രമമുണ്ട് അതിൻ്റെ അകത്ത്. അതുപോലെ ദൈവത്തിൻ്റെ ഒരു ശ്രമമുണ്ട്. അപ്പം അതല്ലേ നമ്മൾ പ്രഭാഷകൻ 33:16 ഒടുവിലാണ് ഞാൻ ഉണർന്നതെന്നൊക്കെ പറയത്തില്ലേ. പ്രഭാഷകൻ 33:16
ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി പോയി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്നിലായി പോയ അനുതാപകാലത്തിലെ നോൻപ് കാലത്ത് ആത്മീയ ജീവിതത്തിൽ നമ്മളുടെ അസസ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ ആത്മീയ ജീവിതത്തിൽ പുറകിലായി പോയാൽ നമ്മൾ ശ്രമിക്കുന്നത് പോലെ തന്നെ ദൈവത്തിനൊരു പങ്കുണ്ട് അവിടെ. എന്താണ് ദൈവം? നമ്മൾ ദൈവത്തോട് കർത്താവെ എനിക്ക് കരകയറാൻ പറ്റണില്ല, എനിക്ക് ഈ നോൻപുകാലത്തിന് ചൈതന്യത്തിന് ഒപ്പം എത്താൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നെ മുന്നിലാക്കിയെന്നാണ് ഈ പ്രഭാഷകൻ പറയുന്നത്. അപ്പോൾ കർത്താവാണ് നമ്മളെ മുന്നിലാക്കുന്നത്. അതുകൊണ്ടാണ് അതിന് അനുദപിക്കാനുള്ള അനുഗ്രഹം എന്ന് പറയിച്ചിരിക്കും. ആദിമസഭയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11:18 ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പൊ ദൈവം പ്രദാനം ചെയ്യും ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം. ഇപ്പൊ കലാപക്കുന്നവരെപ്പോലെ ഞാൻ പിന്നിലായി പോയി, കർത്താവ് എന്നെ അനുഗ്രഹിച്ച് എല്ലാവർക്കും മുന്നേ എത്താൻ സഹായിച്ചെന്നവർ. അപ്പൊ ഇൻ കേസ് അത്യാവശ്യ ജീവിതത്തിൽ നീ പുറകിലായി പോയി എങ്കിൽ നീ പ്രാർത്ഥനയിലെ, പരിശ്രമത്തിലെ, പ്രത്യാശയിലെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവെ എന്നെ നോൻപിൻ്റെ അരൂപിയാൽ അഭിഷേകം ചെയ്യണമേ, നഷ്ടപ്പെട്ട ആധ്യാത്മിക ചൈതന്യം തിരിച്ചു പിടിക്കാൻ എന്നെ സഹായിക്കണമെന്ന് ചോദിച്ചാൽ, നീ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിനക്ക് ഒപ്പമെത്താൻ കഴിയും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഭവനമായ ഈ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജന ജെയിംസ്. ഞങ്ങൾ കോഴിക്കോട് കൂരാച്ചുണ്ട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഹസ്ബൻഡിൻ്റെ പേര് അനൂപ് തോമസ്, മക്കൾ കാതറിൻ, എസ്തർ. 29/2/2020 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ അമ്മ വഴിയാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നത്. അമ്മ ഉടമ്പടി എടുത്തപ്പോൾ അമ്മയുടെ കൂടെ ഞാനും ഉടമ്പടിയിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പം ഒരുപാട് സാക്ഷ്യങ്ങൾ IELTSുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടപ്പോൾ ഞങ്ങൾ പുറത്തു പോകുന്നതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ IELTS എഴുതാൻ പേടിയുണ്ടായിരുന്ന ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ IELTS എഴുതാൻ പറ്റുമല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസോടു കൂടിയാണ് ആദ്യം ഉടമ്പടിയിലേക്ക് വന്നത്. ആ സമയത്തും ഹസ്ബൻഡിന് പുറത്തോട്ട് പോകുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. ആളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇന്ത്യയിൽ തന്നെയാണ് ചാൻസ്. എങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടിയിലേക്ക് വരികയും ഞങ്ങൾ IELTS എഴുതുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് തന്നെ കൊറോണ വന്നതുകൊണ്ട് ലോക്ക്ഡൗൺ ആവുകയും ഞങ്ങൾ എന്നിരുന്നാലും ആ ലോക്ക്ഡൗണിൻ്റെ സമയത്തും പറ്റുന്ന പോലെ ഉടമ്പടിയിൽ ജീവിക്കുകയും രണ്ടുപേരും IELTS എഴുതുകയും ചെയ്തു. IELTS എഴുതി രണ്ടുപേരും പാസ്സാവുകയും ചെയ്തു. അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഞങ്ങൾക്ക് ഉള്ളതാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പോകാൻ പറ്റാവുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഞങ്ങൾക്ക് തടസ്സം വന്നാലും ഞങ്ങൾ കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കൊറോണയുടെ സമയമായതുകൊണ്ട് തന്നെ അവസാനമായപ്പോഴത്തേക്കും ഒരുപാട് ആപ്ലിക്കേഷൻസ് പെൻഡിങ് ആയതുകൊണ്ട് ഞങ്ങളുടെ ആപ്ലിക്കേഷൻസും ഒരുപാട് ലേറ്റായി. അപ്പോൾ ഞങ്ങളത് വിട്ട പോലെയായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഹസ്ബൻഡിന് ജോലി മാറേണ്ടത് ഒരാവശ്യം വന്നു. കാരണം നമുക്ക് ഫിനാൻഷ്യലി കുറച്ചും കൂടി സെറ്റിൽഡ് ആകണമെങ്കിൽ പുതിയ കമ്പനിയിലേക്ക് മാറണം. അപ്പോൾ അങ്ങനെ ഒരുപാട് ജോലികളിലേക്കൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അത് നമുക്ക് അവസാനം വരുമ്പോഴത്തേക്കും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ആൾക്ക് ഒരു കമ്പനിയിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, വലിയൊരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയിലേക്ക് ഇതിനു മുമ്പ് 2 മാസം മുമ്പ് ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവർ അടുത്ത വേക്കൻസി വരുമ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞ് വെച്ചിരുന്നതാണ്. അത് വിളിക്കാതിരുന്നപ്പം നെക്സ്റ്റ് ഉടമ്പടി പുതുക്കിയപ്പം അതിൽ ഉടമ്പടിയിൽ എഴുതി നിയോഗം വെച്ച് ഒരാഴ്ചക്കുള്ളിൽ ആ കമ്പനിയിൽ നിന്ന് വിളിക്കുകയും അടുത്ത നെക്സ്റ്റ് ലെവൽ ഇൻ്റർവ്യൂസ് കഴിഞ്ഞ് അതിൽ കിട്ടുകയും ചെയ്തു. അതായിരുന്നു അടുത്ത സാക്ഷ്യം. നെക്സ്റ്റ് സാക്ഷ്യം മോളുമായിട്ട് ബന്ധപ്പെട്ടാണ്. എൻ്റെ മൂത്ത കുട്ടിക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ജനിച്ച സമയം തൊട്ട് ആൾ 3-4-5 ദിവസം കൂടുമ്പോഴൊക്കെയാണ് മോഷൻ പാസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടാകുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് വലുതായി വരുന്നുള്ള ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ എനിമ കൊടുക്കുകയും ഡോക്ടേഴ്സ് തരുന്ന മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് മോഷൻ പാസ് ചെയ്തുകൊണ്ടിരുന്നത്.
ആ ഒരു അവസരത്തിലാണ് ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഇതേ അവസ്ഥയിലുള്ളൊരു കുഞ്ഞിനെ ഉടമ്പടിയിലൂടെ റിക്കവറായി കേട്ടപ്പം നെക്സ്റ്റ് ഡേ ഞാൻ ഉടമ്പടി പുതുക്കി അതിൽ നിയോഗം വെച്ചു. ഞാൻ വീട്ടിൽ ചെന്ന് അപ്പം തന്നെ എൻ്റെ മോൾ എന്നോട് പറഞ്ഞു എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കുഞ്ഞിന് അതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ വന്നിട്ടില്ല. പുതിയ വീട് പണിയണമായിരുന്നു, ഞങ്ങളുടെ വീട് കുറച്ച് പഴയതായിരുന്നു. അപ്പോൾ പുതിയ വീട് പൊളിച്ച് പണിയാൻ വേണ്ടിയിട്ടായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് പൊളിച്ച് പണിയുന്നതിന് ഒരു പേപ്പറിൻ്റെ ആവശ്യം വന്നപ്പോൾ ഞങ്ങൾ പുതിയ വീട് മേടിക്കാം എന്നതിനെപ്പറ്റി ആലോചിച്ചു. അപ്പോൾ അങ്ങനെ പുതിയ വീട് മേടിക്കുന്നതിനെപ്പറ്റി ഞങ്ങൾ സെർച്ച് ചെയ്തതാക്കിയപ്പോൾ പുതിയ വീട് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഉടമ്പടിയിലൊക്കെ ആയിരുന്നു. ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് ചെയ്തത്. അപ്പം ഞങ്ങൾക്ക് പുതിയ വീട് ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയൊരു വീട് ദൈവം കാണിച്ചു തന്നു. അപ്പോൾ ഒരു പ്രശ്നം വന്നത് അവർ വീട് പണിത് തീർന്നത് റീസെൻ്റ്ലി ആണെങ്കിലും അവരതിൻ്റെ പെർമിറ്റ് എടുത്തത് 9 കൊല്ലം മുമ്പാണ്. അപ്പം നമ്മൾ ലോൺ എടുക്കുമ്പം ഈ 9 കൊല്ലം എന്നുള്ളത് അത്രയും വീടിൻ്റെ പഴക്കമായിട്ട് കൂട്ടും. അപ്പം നമുക്ക് ആ ലോണിന് ആ വീടിന് നമുക്ക് 0 വാല്യൂ തരുള്ളൂ. അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് വീടിന് ലോൺ പാസ്സാകില്ല. ആ ഒരു അവസരത്തിൽ നമ്മൾ എല്ലാ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഒരുപാട് സമയം 3, 4, 5 കൊന്തകൾ ചൊല്ലി ബൈബിൾ വായിച്ചൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ സിവിൽ എഞ്ചിനീയർ ആ വീട് പോയി കണ്ടു കഴിഞ്ഞപ്പം നമ്മൾ വാങ്ങിയതിനേക്കാളും വില ആ വീടിന് നൽകി നമുക്ക് 2 മാസത്തിനുള്ളിൽ തന്നെ എല്ലാവിധ പേപ്പർ വർക്കുകളും കഴിഞ്ഞ് രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടാനുള്ള കൃപ ദൈവം ചെയ്തു തന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സ്വസ്ഥമായി ജീവിതം നയിച്ചുകൊണ്ട് പോകുന്ന ഒരവസരത്തിലാണ് എനിക്ക് അകാരണമായിട്ട് വളരെ പേടി, ടെൻഷൻ വരാൻ തുടങ്ങി. എന്തോ സംഭവിക്കാൻ പോകുന്ന പോലത്തെ ഒരു വലിയ ഭാരം മനസ്സിന് തോന്നാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കുന്നു പറയുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും 3, 4 കൊന്തയെല്ലും. അപ്പോൾ എനിക്ക് പേടി, ഇവർക്കെന്തോ മക്കളും ഹസ്ബൻഡുമാണ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത്. അപ്പോൾ ഇവർക്കെന്തോ അപകടം പറ്റാൻ പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. അപ്പം ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വിശുദ്ധ തൈലം എല്ലാ ദിവസവും കുരിച്ച് വരച്ച് ഇവരെ വിടാൻ തുടങ്ങി. ഇത് കഴിഞ്ഞിട്ടും ആ ഒരു പേടി പോകുന്നില്ല. അപ്പോൾ ഒരു ദിവസം ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഹാർട്ട് സംബന്ധമായിട്ടുള്ളൊരു പ്രശ്നം അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ഹസ്ബൻഡിന് ഇവിടെ പഴയ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ജോലിയിൽ അവർ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യും. ആ സമയത്ത് ആൾക്ക് ECGയിൽ വേരിയേഷൻ കാണിച്ചിരുന്നു. പക്ഷെ നമ്മളിവിടെ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് ഈ ഒരു പ്രായത്തിൽ ഉണ്ടാകുന്നതാണ്, ക്രമേണ ശരിയാകുമെന്ന് പറഞ്ഞിരുന്നു. വീണ്ടും നമ്മൾ പുതിയ കമ്പനിയിൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്തപ്പം വീണ്ടും ECGയിൽ വേരിയേഷൻ കാണുകയും എക്കോയിൽ വേരിയേഷൻ കാണുകയും ചെയ്തപ്പോൾ അവർ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവിടുത്തെ ഞങ്ങൾ ആന്ധ്രയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ ഒരു ഹെൽത്ത് സിസ്റ്റവുമായിട്ട് ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ നല്ല ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ പറഞ്ഞു എന്താണേലും ഒരു ഡോക്ടറെ ചുമ്മാ കാണാം, എന്നിട്ട് ആവശ്യമാണെങ്കിൽ നാട്ടിൽ വന്നൊന്നും കൂടെ കാണിക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഡോക്ടറെ കണ്ടു. അന്ന് ആ ഡോക്ടറെ കണ്ട് അത് പെട്ടെന്ന് തന്നെ CT സ്കാൻ എടുത്തു. CT സ്കാൻ എടുത്തു കഴിഞ്ഞപ്പം ആണ് അറിയുന്നത് ആൾക്ക് അയോട്ട ഡൈലേറ്റഡ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അതായത് ഹാർട്ടിലെ മെയിൻ ഒരു വെയിനാണ് അയോട്ട. അത് മാക്സിമം ഡൈലേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആൾക്ക് അതിൻ്റേതായ യാതൊരു ലക്ഷണങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. ആൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു, നല്ല സ്പോർട്സ് പേഴ്സൺ ആയിരുന്നു. ആൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ ഇല്ലാതിരുന്ന പേഴ്സണെ നമ്മൾ ഈ ഒരു ഇത് കണ്ട് നമ്മൾ ചെന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണം, ഓപ്പൺ ഹാർട്ട് സർജറിയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ സ്ട്രൈക്കായിട്ട് നിന്നു. ഞാൻ ചോദിച്ചു, എൻ്റെ ദൈവമേ, ഞാൻ ഉടമ്പടിയിലാണല്ലോ, ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, ഈ ചോദിക്കുന്ന എല്ലാം തന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ തന്നു? അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലേക്ക് ഒരു പാട്ടാണ് ഒഴുകുന്നത്, ഈശോയ്ക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നെങ്കിൽ എൻ മനമേ ആശങ്ക വേണ്ട, ഇപ്പോൾ വരുന്നതാം ദുഃഖദുരിതങ്ങൾ കൈനീട്ടി വാങ്ങുക മോദ. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമുക്ക് സന്തോഷം മാത്രമല്ല, ദുഃഖം ദൈവം തരുമ്പോഴും നമ്മളത് സന്തോഷത്തോടു കൂടി ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സ്വീകരിക്കണം. അന്ന് ഞങ്ങൾ പറഞ്ഞു, ഈശോയെ, ഞങ്ങൾ ഇത് ഒരു ത്യാഗമായിട്ടുള്ള ഏറ്റെടുക്കുകയാണ്. പക്ഷേ ഇത് ഇപ്പം എങ്ങനെയുണ്ടോ അതേപോലെ എനിക്ക് തിരിച്ചു തരണ ആളെ. അന്ന് ഞങ്ങളത് ഏൽപ്പിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് എനിക്ക് കരയേണ്ടി വന്നിട്ടില്ല. കാരണം അന്ന് ഞങ്ങൾ കേരളത്തിലേക്ക് വരുന്നോടം തൊട്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒരുപാട് പേരിടപെട്ട് നടത്തി തരുമായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞങ്ങളൊരു VIP പരിഗണിക്കുന്ന പോലെയാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ചെല്ലുമ്പം ഇന്നയാളല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും. അത് കഴിഞ്ഞ് 10 ദിവസം ഹോസ്പിറ്റൽ സർജറി സക്സസ്ഫുള്ളായിട്ട് കഴിഞ്ഞു. 10 ദിവസം ഹോസ്പിറ്റൽ സ്റ്റേ പറഞ്ഞ ആളെ ഒരാഴ്ച കൊണ്ട് ഡിസ്ചാർജ് ചെയ്തു. ആ 11 ലക്ഷം രൂപയോളം നമുക്ക് എക്സ്പെൻസ് വന്നത്
കമ്പനി ഏറ്റെടുത്തു. അതുപോലെ തന്നെ 3 മാസം നമുക്ക് റെസ്റ്റ് പറഞ്ഞു. ആ റെസ്റ്റ് ഫുൾ സാലറിയോട് കൂടി കമ്പനി അനുവദിച്ചു തന്നു. ആ 3 മാസത്തിനുള്ളിൽ തന്നെ ആൾ ബാക്ക് ടു നോർമലായി നമുക്ക് തന്നു. ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം നമുക്കറിയാം, നമ്മൾ ഒരുപാട് കാണാറുണ്ട്, പിന്നെ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ കരുതുന്ന ഇതുപോലെയുള്ള സംഭവങ്ങൾ, പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കുമ്പോഴാണ് ഇതുപോലെ ആൾക്കാർ പെട്ടെന്ന് മരിച്ചു പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് കാണിച്ചു തന്ന ദൈവം വഴി നടത്തി അത് ചെയ്ത് തന്നത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ആയിട്ട് കാണുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ജോലിക്ക് റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ട ഇടയ്ക്ക് ചെക്കപ്പിന് വരണം, നാട്ടിലേക്ക് വരാനൊക്കെ ആണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക്, കേരളത്തിലേക്ക് അല്ലെങ്കിൽ കേരളത്തിനടുത്തുള്ള സ്ഥലത്തേക്ക് നോക്കിയിരുന്നു. അപ്പം നമുക്ക് ട്രാൻസ്ഫർ ആയിട്ട് കിട്ടിയില്ല. അപ്പോൾ വേറെ കമ്പനിയിലേക്ക് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കി. അപ്പോൾ ആ സമയത്തും ഒരുപാട് കോൾസ് വരുന്നുണ്ട്. പക്ഷേ ഒന്നെങ്കിൽ നമ്മുടെ ജോബ് മാച്ചാകിയാൽ അങ്ങനെ പല പല ഇഷ്യൂ കാരണം ഇത് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുടെ അടുത്ത് പറഞ്ഞു, നമ്മുടെ മെറിറ്റ് ഉണ്ട്, പക്ഷെ നമ്മുടെ മെറിറ്റ് കൊണ്ട് നമുക്ക് നടക്കില്ല, നമ്മുടെ ഗ്രേസ് കൊണ്ട് നടക്കുമെന്ന് നോക്കാം. അപ്പോൾ ആൾ കൊണ്ട് തന്നെ ഹസ്ബൻഡ് തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ടു. ഒരാഴ്ചക്കുള്ളിൽ ഒരു 2-3 കമ്പനികളിൽ അടുപ്പിച്ചു വന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ദൈവം തരുന്നുണ്ട്, പക്ഷേ അത് ഏറ്റവും നല്ലത് നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുത്താലേ നടക്കുകയുള്ളൂ. അപ്പം ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് നിനക്കറിയാം, അതുകൊണ്ട് അത് ഞങ്ങൾക്ക് മേടിച്ചു തന്നാൽ മതി, ബാക്കി ഞങ്ങൾ നല്ലതെന്ന് വിചാരിക്കുന്ന എങ്ങനെയാണെങ്കിലും മാറിപ്പോണം. അപ്പം ഞങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിച്ച ജോലി പോലും എന്തെങ്കിലും ചെറിയ ഇഷ്യൂ കാരണം അല്ലെങ്കിൽ കമ്പനിയുടേതായ പ്രശ്നങ്ങൾ കാരണം മാറിപ്പോയി. അങ്ങനെ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് തന്നെ വേറൊരു കമ്പനിയിൽ നല്ലൊരു പോസ്റ്റിലേക്ക് തന്നെ ആൾക്ക് ജോലി കിട്ടി. ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരികയും ചെയ്തു. അത് കഴിഞ്ഞ് അപ്പം ഞങ്ങൾ പഴയ വീട് വിൽക്കാനുണ്ടായിരുന്നു. അപ്പം അത് ഒരുപാട് തടസ്സങ്ങളായിരുന്നു, പേപ്പർ വർക്കുകളുടേതായ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ തടസ്സങ്ങളെല്ലാം മാറാൻ വേണ്ടി ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ പെങ്ങളും എല്ലാം വിശ്വാസപ്രമാണം ചൊല്ലി വീടിന് ചുറ്റും ഉപ്പിടുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ പാടെ തന്നെ വേറൊരു ആൾക്കാർ വന്ന് നമുക്ക് സ്ഥലം കച്ചവടമായി. കഴിഞ്ഞ മാസം അതിൻ്റെ രജിസ്ട്രേഷനും കഴിഞ്ഞു. പിന്നെയുള്ള ഒരു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കിയപ്പം എഴുതിയിരുന്നു, ഞങ്ങൾക്കൊരു പുതിയ കാറ് വാങ്ങുന്ന കാര്യം എഴുതിയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വണ്ടി പഴയതായതുകൊണ്ടാണ് എഴുതിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എഴുതി ഞങ്ങൾക്ക് ലോങ് ഡ്രൈവൊക്കെ പോകേണ്ടതാണ്, ആൾക്ക് സർജറി ചെയ്തതാണ്, അപ്പം ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഞാൻ എഴുതിയത്. പിന്നീട് ഞങ്ങൾ പ്ലാൻ അതൊക്കെ മാറ്റി ഞങ്ങൾ മാനുവൽ മതിയെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം നേരത്തെ എപ്പോഴോ എൻക്വയറി ചെയ്തിട്ട ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നപോലെ ഒരു വണ്ടി ഡെലിവറി ചെയ്യാൻ പാകത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആ നിമിഷം അവർക്ക് പുറത്തോട്ട് പോകേണ്ടി വന്നു, നിങ്ങൾക്കിപ്പോൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഓഫറിന് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞ 1-2 ഡോക്യുമെൻറ്റ്സ് കൊടുത്തു. പിറ്റേ ദിവസം അവർ പറഞ്ഞു നിങ്ങൾക്ക് ലോൺ പാസ്സായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചതേ അല്ല, പക്ഷേ രണ്ടാമത്തെ മോളുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ ഡിസംബറിന് മുമ്പ് തന്നെ ദൈവം ഞങ്ങൾക്ക് ആ വണ്ടി ഡെലിവറി ചെയ്ത് തന്നു. ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് രോഗസൗഖ്യങ്ങൾ. എനിക്ക് 15 വർഷമായിട്ട് എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. അത് ഒരു 2-3 ടാബ്ലറ്റ്സ് ഹൈ ഡോസ് കഴിച്ചാൽ എനിക്ക് കുറയുന്നുള്ള അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പം ഇടയ്ക്ക് എനിക്ക് സാധാരണ ആൾക്കാർ ഉറക്കം ഉളയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഓവറായിട്ട് വായിക്കുമ്പോൾ ഒക്കെ വരുന്ന പോലെ ചെറിയ തലവേദനകൾ വരാറുണ്ട്. എങ്കിലും പണ്ടത്തെ ഒരു മൈഗ്രെയിൻ്റേതായ പ്രശ്നങ്ങളൊന്നും എനിക്കിപ്പോൾ വരാറില്ല. അതുപോലെ എൻ്റെ കസിൻസിന് വേണ്ടിയൊക്കെ ഞാൻ ഒരുപാട് നിയോഗങ്ങൾ എഴുതിയിട്ടതൊക്കെ നന്നായി നടക്കാറുണ്ട്. പക്ഷെ അവരില്ലാത്തതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്ന് ഞങ്ങളുടെ വലത്തും ഇടത്തുമായി പരിശുദ്ധ അമ്മയും ഈശോയും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ എല്ലാവരും ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പരമാവധി എല്ലാ ദിവസവും കുർബാന കൂടാനും കുരിശ് വായിക്കാനും ബൈബിൾ വായിക്കാനും അതുപോലെ തന്നെ കിട്ടുന്ന സമയത്തൊക്കെ ദൈവവചനങ്ങൾ അച്ഛന്മാർ പറയുന്നതും കേൾക്കാനും അങ്ങനെ ഇവിടുത്തെ ഡെയിലി ബ്രെഡ് അങ്ങനെ എല്ലാം കേൾക്കാനും കാണാനും എല്ലാം ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കേരളത്തിലായിരുന്നപ്പം ഫുഡ് ഉണ്ടാക്കി മെഡിക്കൽ കോളേജിൽ അങ്ങനെ കൊണ്ട് കൊടുക്കുമായിരുന്നു. ആന്ധ്രയിലായിരുന്നപ്പോൾ ഞങ്ങൾ പ്രോസസ്ഡ് ഫുഡ് പാക്കറ്റ് ഫുഡ് മേടിച്ച് ആൾക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു മാസം കാരുണ്യപ്രവൃത്തി ചെയ്യാനുള്ള ആൾക്കാർ പൈസയായിട്ടോ അങ്ങനെയൊക്കെ റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് വിളിക്കും. അപ്പോൾ മാസാവസാനം ആണെങ്കിൽ പോലും ഞങ്ങളുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് ദൈവം ഒരുക്കി തരാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രവിതരണമാണ് മെയിനായിട്ട്. ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ മലയാളം പത്രങ്ങളായിരുന്നു ഹോസ്പിറ്റലുകളിലും പൊതുസ്ഥലങ്ങളിലുമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ആന്ധ്രയിലായിരുന്നപ്പോൾ ഞങ്ങൾ തെലുങ്ക് പത്രം മേടിച്ചോട് പോയി അവിടെയുള്ള ആൾക്കാർക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ ഇവിടുത്തെ സാക്ഷ്യങ്ങളും
അച്ഛൻ്റെ ഡെയിലി ബ്രെഡൊക്കെ ഡെയിലി സ്റ്റാറ്റസ് ഇടുകയും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അത് ഷെയർ ചെയ്യുകയും ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ ചെയ്തു തന്ന പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. സുവിശേഷം 6-ാം അധ്യായം 6-ാം തിരുവചനം. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിവിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പിതാവ് ഇതെല്ലാം അറിയുന്നു എന്ന് അവിടുത്തെ പരിപാലനയെക്കുറിച്ച് ഈശോ പറയുമ്പോൾ നമ്മെ പഠിപ്പിക്കുന്നതിൻ്റെ മറ്റൊരു വശം കൂടിയാണിത്. ഇവിടെ അഞ്ജന ജെയിംസ് എന്ന കുടുംബത്തോടു കൂടി വന്ന് ഈ മകൾ സാക്ഷ്യം പറയുന്നത് അവരുടെ വിശ്വാസത്തെ ഏറ്റുപറയുന്നതും ഈശോ തങ്ങളെ സ്നേഹിക്കുന്നതും അവർ ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെയുമായ ഒരു വലിയ തെളിവോടുകൂടി പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ ഉടമ്പടി എത്ര മാത്രം നിഷ്ഠയോടും നിബന്ധനയോടും കൂടി അവർക്ക് പാലിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെയുള്ള ഒരു നന്ദി പ്രകാശനമാണ് വളരെ ശക്തമായിട്ട് ഇവിടെ അഞ്ജന ഏറ്റു പറഞ്ഞത്. ഇന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ദിവ്യബലി മധ്യേ നമ്മോട് പറയുകയുണ്ടായി, വിശ്വാസം സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും നാം മനസ്സിലാക്കണം എന്ന് അച്ഛൻ വചനങ്ങളിലൂടെ നമ്മോട് പങ്കുവെക്കുകയായിരുന്നു. വിശ്വാസം ഈസ് ഈക്വൽ ടു ഉപവി എന്ന് അച്ഛൻ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. വിശ്വാസത്തിൽ നാം എത്രമാത്രം ആഴപ്പെടുന്നുവോ ഈശോയെ വിശ്വസിക്കുന്നതും ആ വിശ്വാസ കൈമാറ്റം നടത്തുന്നതും ക്രിസ്തു നമ്മിൽ രൂപപ്പെടുന്നത് എത്രമാത്രം അധിക അളവിലാണെന്ന് തിരിച്ചറിയുന്നതും തിരിച്ചറിവിൻ്റെ ഒരു വരം നൽകുന്നതുമെല്ലാമാണ് ഈ ഉടമ്പടി ജീവിതത്തിൽ നമ്മെ ആഴത്തിൽ ജീവിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരെല്ലാം തന്നെ കർത്താവിനെ കൂട്ടിച്ചേർത്ത് ചെയ്യുന്ന ഒരു ജീവിത രീതിയാണ്. ഇവരുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ തീരുമാനങ്ങളിലും എല്ലാ അസ്വസ്ഥതകളിലും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഇവർക്ക് ഒരുപാട് ഇവരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയുണ്ടായി. ഇവരുടെ മക്കളുടെയും ഹസ്ബൻഡിൻ്റെയും എല്ലാം ജീവിതാസ്വാസ്ഥ്യങ്ങളിൽ അവരുടെ അസുഖങ്ങളിലെല്ലാം ഈശോ വളരെ വലിയ സൗഖ്യങ്ങൾ നൽകുന്നതായി അവർ പോലും അറിയാതെ അവർക്ക് ഹസ്ബൻഡിൻ്റെ ഹാർട്ട് ഇഷ്യൂസ് എല്ലാം സൗഖ്യപ്പെടുന്നതായി അവർ ഏറ്റു പറയുകയുണ്ടായി. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. എത്ര നിസാരങ്ങളായാലും എത്ര വലിയ ജീവിതഭാരങ്ങളായാലും പരിശുദ്ധ അമ്മ നമ്മുടെ ഉടമ്പടി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഈശോ നമുക്കത് എപ്പോഴും നമുക്ക് ഗ്രീൻ സിഗ്നലോടൊരു വലിയ അനുഗ്രഹവും അഭിഷേകവുമായി മാറ്റിത്തരുമെന്ന് നമുക്കറിയാം. അഞ്ജന ജെയിംസിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ശിവസ്തോത്രം. യേശുവെ നന്ദി. അമ്മ പ്രത്യക്ഷപ്പെട്ട ജീവനോട് പ്രത്യക്ഷപ്പെട്ട ആൾക്കാരിൽ രണ്ടാമത് ഒരിക്കൽ കൂടി സാക്ഷ്യം പറയാൻ വലിയൊരു ഭാഗ്യം തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷൈബി. ഞാൻ 2019 മാർച്ച് 31 ഉടമ്പടി എടുത്തതാണ്. ഇത് എൻ്റെ ഹസ്ബൻഡ് സാജു. ഞാൻ 2019 മാർച്ച് 31 ഉടമ്പടി എടുത്തത്. അത് ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് ആദ്യമായി സാക്ഷ്യം പറഞ്ഞു. എൻ്റെ ജീവിത പങ്കാളിക്ക് പ്രഷർ വന്ന് സ്ട്രോക്ക് വന്ന് ഞരമ്പ് പൊട്ടി കിട്ടില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ ദൈവം വലിയൊരു അത്ഭുതം തന്ന് എൻ്റെ ജീവിത പങ്കാളിയെ തന്നു. അന്ന് ഡോക്ടർ പറഞ്ഞത് ഇതൊരു വലിയ മിറാക്കിളാണ്, ഇത് സംഭവിച്ചെങ്കിൽ ഇത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇത് സാധിച്ചത്. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി ഡോക്ടർ നമ്മൾ നേർച്ച നേർന്നു. ഞാൻ തന്നെ ഉടമ്പടി എടുത്ത് അമ്മ അപ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരിൽ കയറി എനിക്കും സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് ജീവിത പങ്കാളിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. എൻ്റെ ജീവിത പങ്കാളിക്ക് കിട്ടിയ അനുഭവങ്ങളെല്ലാം ജീവിത പങ്കാളി തന്നെ പറയും. ഇങ്ങനെ 2019 എനിക്ക് ഒരു സ്ട്രോക്ക് ഉണ്ടാവുകയും അതിനനുബന്ധിച്ച് ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇവൾ പറഞ്ഞു ഞങ്ങൾ ഉടമ്പടി എടുത്തവരാ, ഉടമ്പടിയിലാണ് എന്ന് പറഞ്ഞു. എന്ത് തന്നെയായാലും എനിക്കൊന്നും പറയാനില്ല എന്ന് ഡോക്ടർ തീർത്തും പറഞ്ഞു. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ അങ്ങനെ ഇവിടെ എനിക്ക് ചെറിയ തൈരം അടച്ച് തന്നു, ഞാൻ ഓർക്കുന്നില്ല, അവിടെ തന്നു. അത് ഇങ്ങനെ നോയുന്നമാരെ കണ്ടു. നിങ്ങൾ ഉടമ്പടി എടുത്തത് എങ്ങനെയാണെങ്കിലും എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഏതായാലും അങ്ങനെയൊക്കെ തന്നു, അത് സാധിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്തു. ഒരാഴ്ച അങ്ങനെ 6 ദിവസത്തോളം ഇങ്ങനെ ഇവിടെ ഈ ICUവിൽ കിടന്നു, ഒന്നും സംഭവിക്കാനില്ല. അവിടെ നിന്ന് പയ്യനെ ഇറക്കി. അതിൻ്റെ പിറ്റേ ദിവസം ഡോക്ടർ
വന്നപ്പോൾ ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ചേട്ടായി ഇങ്ങനെ രാത്രി എഴുന്നേറ്റ് നിന്നു, അമ്മയുടെ വലിയ അനുഗ്രഹത്തോടെ എഴുന്നേറ്റ് നിന്നു. ഒരു ഭയങ്കര മിറകൾ വന്നു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഇവിടെ നീ സ്വപ്നം കണ്ടതായിരിക്കുമോ എന്ന് ചോദിച്ചു ഡോക്ടറോട്. ഞാൻ സ്വപ്നം കണ്ടതല്ല, ഈ ചേട്ടാ ഇങ്ങനെ എഴുന്നേറ്റ് മറ്റെല്ലാവരും കൂടെ പിടിച്ച് കിടത്തിയത് എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ ആലോചിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, ഒരു നേരം അവിടെ നിന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഒരു സ്കാനിങ് കൂടി എടുത്തോളാൻ പറഞ്ഞു. ആ ഒരു സ്കാനിങ് കൂടി എടുത്തുകൊണ്ട് വന്ന് പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഈ സ്കാൻ റിപ്പോർട്ട് നോക്കി കഴിഞ്ഞപ്പോൾ തലയുടെ പൊട്ടിയ ഞരമ്പ്, ആ ഞരമ്പ് അവിടെ തന്നെ കൂടിയിരിക്കുന്നു. വേറെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല, അത് അവിടെ കൂടിയിരിക്കുകയാണ്, തന്നെ അവിടെ കൂടിയിരിക്കുന്നു. അവിടെ ബ്ലഡ് അവിടെ ക്ലോട്ടായിരിക്കുന്ന ആ ഒരു ചെറുതായിട്ട് അവിടെയൊക്കെ പറ്റി പിടിച്ച് അതൊക്കെ ഇനി ഉണങ്ങാനോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതുങ്ങളെ കൊടുത്ത് ഇതുങ്ങളെ കഴിഞ്ഞ് നിങ്ങളത് ചെയ്തോളാൻ പറയും. എന്നിട്ട് അവിടെ നിന്ന് ഡോക്ടർ പോയി തിരിച്ച് അവിടെ നിന്ന് ഒരു 16ാമത്തെ ദിവസം അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു എന്നെ. ഞാൻ അറിയുന്നില്ല, എൻ്റെ കണ്ണിന് കാഴ്ചയില്ല, ഒരു കാഴ്ചയില്ല, ഒന്നുമില്ല, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. അവിടെ നിന്ന് പോന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി. തിരിച്ച് അവിടെ ഒന്ന് ചെന്ന് ഡോക്ടർ വേറെ ഡോക്ടറാണ്, ആ ഡോക്ടർ അവിടെ ഇല്ല. ആ ഡോക്ടർ വന്ന സ്ഥലത്തേക്ക് കോട്ടയത്തേക്ക് വന്ന് അങ്ങോട്ട് പോയി. തിരിച്ച് ഒരു ഇതും അത് കാണാനില്ല. എന്നിട്ട് എൻ്റെ ഈ ഒരു കൈയും ഒരു കാലും തലയും മൊത്തം പോയതാണ്. എനിക്ക് ഒരു ഓർമ്മയില്ല. അത് കഴിഞ്ഞ് സാക്ഷ്യം ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാണ്ടാണ്. അത് കഴിഞ്ഞ് വേറെ ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ അന്ന് കണ്ടു, ഒരു ഗുളിക മാറി തരാൻ മതി, ഒരു ഗുളിക മാറി തന്നു. അവിടെ നിന്ന് ഞങ്ങൾ ലാസ്റ്റ് 2 വർഷത്തിന് മേളിൽ ആ ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ പറഞ്ഞു, ഒരു ദിവസം പറഞ്ഞു, അവൾ പറഞ്ഞു ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്താണോ പറയാൻ പോകുന്നത് ഞങ്ങൾക്കറിയാം, അത് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞു, ഇതൊരു മിറക്കിൾ എന്ന് തന്നെ എനിക്ക് അങ്ങനെ പറയാൻ വരാതെയും വലിയ സംഭവമാണ്. ആ 95% നമ്മൾ വീക്കായി വീഴാം, ഒന്നും അറിയുന്നില്ല. അതുപോലെ അവിടുന്ന് ഇത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾ പറയട്ടെ. എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞോളാം പറയും. ഇത്രയും സംഭവിച്ച ഒരാൾക്ക് 1% പോലും മെമ്മറിയിൽ ഒരു കുറവും കണ്ടില്ല. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഡോക്ടർ പറഞ്ഞു. ഇനി നിങ്ങൾ വരുമ്പോൾ ഞാൻ വേറെ സ്ഥലത്തായിരിക്കും, ഞാൻ പോവുകയാണ്, വേറെ ഡോക്ടറെ പരിചയപ്പെടുത്താൻ തന്നേക്കാൻ പറഞ്ഞു. അവർ പരിചയപ്പെടുത്തി ഇന്ന ഡോക്ടറെ കണ്ടാവെന്ന് പറഞ്ഞു. ആ ഡോക്ടർ പോയി. അവിടുന്ന് പിന്നെ ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എങ്ങനെയെങ്കിലും അഖണ്ഡ ജപമാലയ്ക്ക് പോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഞങ്ങൾ ഈ വണക്കമാസത്തിൽ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആ 30 ദിവസം എല്ലാ ദിവസവും മാതാവിനെ ഞങ്ങളെ കണ്ടു, എല്ലാ ദിവസവും. ഒറ്റ ദിവസം പോലുമില്ല. ലാസ്റ്റ് 2 ദിവസം കൊണ്ട് ലാസ്റ്റത്തെ ദിവസം ഇതിങ്ങനെ പയ്യന് ഒടിഞ്ഞ് തൻ്റെ പോയി. ഇപ്പം വീട്ടിൽ അതുണ്ട്. ആ മാസം അത് കഴിഞ്ഞ് ഞങ്ങൾ ഉടമ്പടിക്ക് ഒരു ദിവസം പോകണമെന്നുണ്ടായിരുന്നു. ആ ഉടമ്പടിക്ക് പോകാൻ എങ്ങനെ പോകും? ഞങ്ങൾ മാത്രമാണ്, ഞങ്ങളുടെ ഭാഗത്ത് അധികം ഹിന്ദുക്കളാണ്. അങ്ങനെ പോകും എങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഉടമ്പടിയുടെ തലേ ദിവസം രാവിലെ ഒരു 11 മണിക്ക് ഫോൺ വരുന്നത്. ഞങ്ങളിങ്ങനെ പോകുന്നുണ്ടോ, നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ ചോദിച്ചതിന് ഞാൻ പറഞ്ഞു അവൾ വരട്ടെ, ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു. ആൾ വേറെ ജോലിക്ക് പോയിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്ത് പഞ്ചായത്തിൽ മെമ്പറായിരുന്നു, മുൻ മെമ്പർ. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ ഇവിടെ ഉടമ്പടി എത്താനാണ്, ഇന്ന രീതിയിലാണ് പോരുന്നത്. അപ്പോൾ അവിടെ രാത്രി 11 മണി ഞങ്ങൾ നോക്കിയിരുന്നിട്ട് പുള്ളിക്കാരത്തി വന്ന് ഞങ്ങൾ വിളിച്ചു. അവർക്ക് ലീവ് കിട്ടി, അവർ ഓക്കെ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ തീരുമാനിച്ച് രാത്രി 4 മണിക്ക് അവിടെ നിന്ന് പോകുന്നു. ഇവിടുന്ന് ജപമാലയിൽ ഒരു 10:15 ജപമാലയിൽ കയറി. 10:15 ജപമാലയിൽ കയറി. അവിടെ നിന്ന് മഴയായിരുന്നു. മഴ കഴിഞ്ഞാൽ എല്ലാം എൻ്റെ ഒരു കൈക്ക് സ്വാധീനമുള്ളൂ, ഒരു കൈയും ഒരു കാലും പോയിരിക്കുന്നായിരുന്നു. അത് കഴിഞ്ഞ് ഈ അവിടുന്ന് ഇറങ്ങി ഈ ജപമാലയിൽ കയറി. അവിടുന്ന് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ
ഞാൻ വിചാരിച്ചു ഈ കടലിൽ കൂടി അതിൻ്റെ സൈഡിൽ കൂടി കരയിലൂടെ ആയിരിക്കും പോകണമേ, അതിലൂടെ അങ്ങ് പോകാറ്, നിരപ്പുള്ള വഴിയല്ലേ, അതിലൂടെ പോകാറ് എന്ന് വിചാരിച്ചു. അതിലൂടെ പോകാൻ അങ്ങനെ വിചാരിച്ച് കുറച്ച് കഴിയുമ്പോൾ നേരെ കടലിലോട്ടാണ് ഇറങ്ങുന്നത്. കടലിലോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് അവിടെ ഇറങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ കാല് പയ്യന് വേദനെടുത്ത് തുടങ്ങി. ഞാൻ അമ്മയോട് ഇത്രയേ പറഞ്ഞോളൂ, എനിക്ക് പള്ളിയിൽ എങ്ങനെയെങ്കിലും എത്തണം, അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. വേറെ ഒന്നും ചിന്തിച്ചില്ല, അത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്ന ഒന്നും ഞങ്ങൾ വിചാരിച്ചില്ല. എങ്ങനെയോ ഞങ്ങളെ എത്തിക്കണം, അവിടം വരെ എത്തിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പയ്യനെ തിരിച്ച് ഒരു കയ്യിൽ വേർപ്പ് തുടയ്ക്കാനുള്ള തുടിയും ഒരു കയ്യിൽ കൊന്തയും കുടയുണ്ട്. എങ്ങനെ ഇത് പിടിക്കുമെന്ന് എനിക്കറിയാം. ഇച്ചിരി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കാല് വേദന എടുത്തു, പിന്നെ അടുത്ത കൈ വേദന എടുത്തു, കാലും കൈയും വേദന എടുത്തു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്നപ്പോൾ അനങ്ങാൻ മേലാത്ത അവസ്ഥ. പിന്നെ മൂന്നാമത്തെ ഇടത്തെ കാലും കൂടി വേദന. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അവിടം വരെ എങ്ങനെയെങ്കിലും എത്തണമല്ലോ. അത് കഴിഞ്ഞ് ഒരു പ്രാരത്തിൽ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ അവിടെ കഞ്ഞി കൊടുക്കണം, അവിടെ കുടിച്ചു. ആ ചേട്ടൻ അത്ഭുതത്തോട് ചോദിച്ചു, ഇതെങ്ങനെ അവിടം വരെ എത്തി, ഇനി ഇവിടെ നിന്നുള്ളൂ കിലോമീറ്റർ എന്ന് പറഞ്ഞു. അവിടം വരെ പോകേണ്ടതല്ലേ ചേട്ടാ, അവിടം വരെ എങ്ങനെയെങ്കിലും എത്തിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. ഭയങ്കരം എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞങ്ങൾ പയ്യനെ അവിടെ നിന്ന് പോയി പിന്നെയും കടലിൽ ഇറങ്ങി അവിടെ നിന്ന് ഇങ്ങനെ നടക്കുമ്പോൾ 2 പ്രാവശ്യം വീഴാൻ പോയി. 2 പ്രാവശ്യം വീഴാൻ പോയി എന്ന് വെച്ചാൽ അത്ര ഇതായിരുന്നു. ഭയങ്കര വേദന. എനിക്ക് നടക്കാൻ ഒരു കാല് പയ്യനെ അരിച്ച് നടന്നത്. അവിടെ നിന്ന് കയറി പിന്നെയും പോയി. കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ചേച്ചി അവിടെ നിന്ന് ഏതെങ്കിലും പള്ളിയിൽ എന്തോ പിരിവുണ്ടായിരുന്നു. ആ ചേച്ചി ചോദിച്ചു ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇത്ര കിലോമീറ്റർ ഉണ്ട്, ഇനിയുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് പോകണേ? ഞാൻ ആംബുലൻസ് വിളിച്ചു തരാമെന്ന് പറഞ്ഞു. ആംബുലൻസിൽ വന്ന് ചോദിച്ചു പറഞ്ഞു, എങ്ങനെ ആംബുലൻസ് വേണ്ട, എങ്ങനെയെങ്കിലും പോകാൻ പറ്റിയെങ്കിൽ അത് നന്നായിരിക്കും. എങ്ങനെ ഈ കാര്യം വെച്ചാൽ പോകണേ ഭയങ്കര പാടാണ്, ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു കാലും 3 കാലിന് അത്രയും കനമെന്ന് പറഞ്ഞോ, എന്ത് നീങ്ങൂല, അരിച്ചരിച്ചാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. അവിടെ നിന്ന് അമ്മയോട് പറഞ്ഞു, അമ്മയെ ഈ പള്ളിയിലൊന്ന് എത്തിക്കണം എന്നെ, ഈ പള്ളിയിൽ എങ്ങനെയെങ്കിലും ഞാൻ എത്തിച്ചാൽ എനിക്ക് ശരിയാവുള്ളൂ, അതെനിക്ക് ശരിയാവുള്ളൂ. അന്ന് അവിടെ നിന്ന് ഒരു പ്രാർത്ഥന അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇങ്ങനെ നീ പയ്യെ അടുത്ത സ്ഥലത്ത് വന്ന് കടലിൽ നിന്ന് കയറി അവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പയ്യനോട് ചോദിച്ചു, അവിടെ ഈ ബിരിയാണി കൊടുക്കുന്നത് ഇനിയിപ്പം നീ 1.5 കിലോമീറ്ററാണ്, ഒരു അടിപൊളി നടക്കാൻ പറ്റാതെ എനിക്ക് 1.5 കിലോമീറ്റർ ഞാനങ്ങനെ നടക്കും. ആ ഒരു ഇതിൽ ഞാൻ നടന്ന് പള്ളി എന്ത് ചെയ്ത് കാണുന്നില്ല. ഞാൻ നടക്കുന്നതിൻ്റെ സ്പീഡ് അങ്ങനെയാണ്. എൻ്റെ കൂടെയുള്ളവരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡൗൺ ആവും. അപ്പോൾ പിന്നെ ആ കുഴപ്പമാവും. അതുവരെ ഞാൻ പറഞ്ഞില്ല, കാല് വേനലെന്ന് പറഞ്ഞുള്ളൂ. ഇതിങ്ങനെ നടക്കുമ്പോൾ ഈ കൊന്ത എടുത്ത് പോക്കറ്റിൽ ഇട്ടു, അതിൻ്റെ കുരിശ് മാത്രം പുറത്തേക്ക് ഇട്ടു. ഈ കുട ചുരുക്കി ഭാര്യ അവൾ ബാഗിൽ വെച്ചു. ഒരു കയ്യിലിങ്ങനെ ഈ പേർവ് തുറക്കാത്തതുകൊണ്ട് എൻ്റെ കണ്ണൊക്കെ നീറിട്ട് എനിക്ക് നോക്കാൻ പറ്റില്ല. ഒത്തിരി തുടച്ചു, ഭയങ്കരമായിട്ട് തുടച്ചു. അവിടെ നിന്ന് നേരെ പയ്യനെ പോയി നടന്ന് കുറേ ദൂരം ചെന്ന് കഴിഞ്ഞാൽ പയ്യനെ പള്ളി കണ്ടപ്പോൾ എനിക്ക് ആസ്വദിച്ചു. അവിടെ വെച്ച് തന്നെ അമ്മ തൊട്ടു. അമ്മ എന്നെ പയ്യനെ പിടിച്ച് അവിടെ ഇങ്ങനെ കയറ്റുന്നുണ്ട്. പള്ളിയുടെ മുറ്റത്ത് കയറി അവിടെ നിന്ന് അവിടെ ചെന്ന് ഈ ചെരുപ്പ് ഊരാൻ പറ്റില്ല. ചെരുപ്പ് അവിടെ എനിക്ക് ഊരി തന്നു. ആ ഊരി തന്ന ചെരുപ്പ് എങ്ങനെയോ ഊരി അവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് കയറിയിട്ട് വേണം പള്ളിയുടെ ഉള്ളിട്ട്. അവിടെ നിന്ന് കയറി പള്ളിയുടെ ഉള്ളിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. മുട്ടുകുത്തി അവിടെ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് വലിയ അതിയായ ആഗ്രഹമായിരുന്നു. അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയെ എന്നെ ഈ പ്രത്യക്ഷയുടെ സാക്ഷിയാക്കി ഇവിടെ എത്തിച്ചെന്ന് അമ്മയ്ക്ക് നന്ദി പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന അനേകായിരം മക്കളുണ്ട്. ഈ മക്കളെയൊക്കെ അവരെ സുരക്ഷിതമായിട്ട് അവരുടെ വീട്ടിലെത്തിക്കണമെന്ന് ഞാൻ 2 വാക്ക് മാത്രം ഞാൻ പറഞ്ഞു. അത്രേ അമ്മയോട് പറഞ്ഞിട്ട് ഇങ്ങനെ മാറി. അത് കഴിഞ്ഞാൽ ബാക്കി അവൾ പറയും. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഖണ്ഡ ചുമൽ റാലിയിൽ സംബന്ധിച്ച് പോന്നു. അതിനുശേഷം കൂടുതൽ ആരോഗ്യത്തിലും മെച്ചപ്പെട്ടു തുടങ്ങി. ഉടമ്പടി എടുത്തതിന് ശേഷം കണ്ണിന് ഈ സ്ട്രോക്ക് വന്നതിന് ശേഷം കണ്ണിന് കാഴ്ച തീരെ ഉണ്ടായിരുന്നില്ല. അരമണിക്കൂർ മേലെ ബൈബിൾ വായിക്കാനായിട്ട് സാധിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാ മാസം തന്നെ അമ്മേ സന്നിധിയിൽ വരും, പത്രം വാങ്ങും. ഞങ്ങൾ ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, മെഡിക്കൽ, അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡ്, മറ്റു പ്രൈവറ്റ് മേഖല, എല്ലാം പൊതുവായ മേഖലയിൽ ഞങ്ങൾ ഒരുമിച്ചാണ്. കാര്യം വയ്യെങ്കിൽ നടക്കാൻ വയ്യെങ്കിൽ പോലും
എല്ലാവരുടെ മുമ്പിൽ ഞങ്ങൾ ചെന്ന് ഞങ്ങൾക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ ഞങ്ങൾ പറയും. കാരണം എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിനെ പരിശുദ്ധ അമ്മ വഴി ഉടമ്പടി വഴി ഞങ്ങൾക്ക് കിട്ടിയതാണ്. അപ്പം ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഈ മക്കൾക്കും വിശ്വാസം, അതുപോലെ തന്നെ ഞങ്ങളുടെ അയൽവക്കങ്ങളിലുള്ള മക്കൾക്ക്. ഞങ്ങളാണ് ആ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത്. പക്ഷേ ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ചേട്ടായിക്ക് ഇങ്ങനെ ഒരു അനുഭവം കിട്ടിയതിന് ശേഷം വേറെ മക്കൾ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങളിലൂടെ അനേകർക്ക് വിശ്വാസമായി. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞങ്ങൾ 2019 ഉടമ്പടി എടുത്ത കാലം മുതൽ ഞങ്ങൾക്ക് കിട്ടുന്ന വേതനത്തിൽ നിന്നൊരു ദശാംശം എടുത്ത് മാറ്റിവെച്ച് അത് പാവപ്പെട്ട മക്കൾക്ക്, അത് അർഹതയുള്ള മക്കൾക്ക് ഞങ്ങൾ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ഞങ്ങൾക്കൊരു കൃപാസന ടീച്ചേഴ്സ് സെയിലിന് ടീച്ചറിൻ്റെ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ചേട്ടായി ജോലിക്ക് പോകുന്നില്ല, വീട്ടിലെ കാര്യങ്ങൾ നോക്കണുള്ളൂ. അതിനുശേഷമാണ് ഞാനൊരു ജോലിക്ക് പോയി തുടങ്ങിയത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ദശാംശം സാലറിയിൽ നിന്ന് ആദ്യം എടുത്ത് മാറ്റി വയ്ക്കും. അതിനുശേഷമാണ് ഞങ്ങളുടെ കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കുകയുള്ളൂ. അത് പാവങ്ങൾക്ക് കൊടുക്കും. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദിവസവും ഞങ്ങൾ ഒരു യാക്കോബിറ്റ് കുടുംബാംഗമാണ്. ഞങ്ങൾക്ക് ജപമാല, സത്യം പറഞ്ഞാൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ജപമാല ചൊല്ലാൻ ഞങ്ങൾ പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന മക്കളായിട്ട് ജപമാല ചൊല്ലും, പ്രാർത്ഥിക്കും. എല്ലാം ഞങ്ങൾക്ക് ഞായറാഴ്ചയാണ് വിശുദ്ധ ബലിയുള്ളൂ. ഞായറാഴ്ച വിശുദ്ധ ബലി സംബന്ധിച്ച് റോസോയെ പ്രാർത്ഥന സ്വീകരിച്ച് കുർബാന സ്വീകരിക്കും. ഒത്തിരി കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ സാധിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി. നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. ജെറമയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 30-ാം അധ്യായം 17-ാം വചനമാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തുമെന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. ശാരീരിക സൗഖ്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വേദനകളും, എല്ലാ കണ്ണീരും അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആരെല്ലാം മറന്നാലും അവഗണിച്ചാലും സയൻറ്റിഫിക്കലി നമ്മൾ ഫിറ്റല്ല എന്ന് പറയുമ്പോഴും ഡോക്ടേഴ്സിനും മരുന്നുകൾക്കും ഇനി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മുടെ കൂടെ നിന്ന് നമ്മെ സൗഖ്യപ്പെടുത്തുന്ന ഒരു സൗഖ്യദായകനാണ് നമ്മുടെ ദൈവം. നമ്മുടെ കണ്ണുനീർ തുടച്ചു നീക്കുന്ന ഒരമ്മയാണ് ഉടമ്പടി ജീവിതത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഈ മക്കളുടെ ജീവിതത്തിലും അതുതന്നെയാണ് അവർ സാക്ഷ്യപ്പെടുത്തിയത്. സാജു എന്ന സഹോദരൻ്റെ ഒരു വലിയൊരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ദൈവത്തിൻ്റെ കരുണയും സൗഖ്യപ്പെടുത്തലുമാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം. ദുഃഖങ്ങളിലും നിരാശകളിലും നഷ്ടങ്ങളിലും പ്രശ്നങ്ങളിലും നമ്മളായിരിക്കുമ്പോൾ ഉടമ്പടി മക്കൾക്ക് അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഓർമ്മയില്ലാതെ ഞരമ്പ് പൊട്ടിയ, ഒരു സൈഡിൽ തളർന്ന് കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു സജി എന്ന സഹോദരൻ. സ്ട്രോക്ക് വന്നപ്പോൾ ഡോക്ടേഴ്സ് എല്ലാ പ്രതീക്ഷകളും വിട്ടുകളഞ്ഞു. പിന്നീട് ഈ മകൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഡോക്ടർ ഞങ്ങൾ ഉടമ്പടിയിലാണ്. ആ ഒരു കാര്യം മാത്രമാണ് ഡോക്ടറിനോട് പറഞ്ഞത്, ഞങ്ങൾ ഉടമ്പടിയിലാണ്. പിന്നീട് നമ്മൾ കേട്ട ഈ സഹോദരൻ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഈ അവസ്ഥയിലായിരുന്ന ഈ സഹോദരനെയാണ് സഞ്ചാരി മാതാവ് അമ്മയെ ആശുപത്രിയിൽ ചെന്ന് എല്ലാ കാര്യങ്ങളിലും ഈ മകൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ആ സ്ട്രോക്ക് വന്നയാൾ. പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നപ്പോൾ ഡോക്ടർ തന്നെ അതിശയിച്ചു. ഡോക്ടർ പറഞ്ഞു എന്തോ വല്ല സ്വപ്നം കണ്ടായിരിക്കുമെന്ന്. പിന്നീട് പിറ്റേ ദിവസം സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആ തലയിൽ പൊട്ടിയ ഞരമ്പ് രണ്ടും യോജിച്ചിരിക്കുന്നു. പിന്നെ ഫിസിക്കലായിട്ട് ഒത്തിരി വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അത് ഇത് വെറും അത്ഭുതമല്ല, അത്ഭുതത്തെക്കാൾ അത്ഭുതമാണെന്നാണ് ഒരു ക്രൈസ്തവനല്ലാത്ത ഒരു ഡോക്ടറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി, ഈ മകൾ വിശ്വസിച്ച ഉടമ്പടി ഈശോ, ഉടമ്പടി മാതാവ് ആശുപത്രിയിൽ ചെന്ന് ഈ മകനെ സുഖപ്പെടുത്തിയെന്ന് ഈ മകൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. പിന്നീട് ഈ മകന് ഓർമ്മശക്തി ലഭിച്ചപ്പോൾ ഡോക്ടർ വീണ്ടും അതിശയിച്ചു. ഇത്രയും വലിയ സ്ട്രോക്ക് വന്ന ഒരു വ്യക്തിക്ക്, കാഴ്ച പോയ ഒരു വ്യക്തിക്ക് എങ്ങനെ ഓർമ്മശക്തി ലഭിക്കും? അത് നമ്മൾക്കിപ്പോൾ മനസ്സിലായി കാണും. ആ സാക്ഷ്യത്തിൽ നിന്ന് ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് ക്ലിയറായിട്ട്, ഒരു സൈഡ് മുഴുവൻ സ്ട്രോക്കായി വന്ന് ഒന്നും ഇല്ല, ബാക്കിയില്ല എന്ന് പറഞ്ഞ് 90% ഗിവപ്പ് ചെയ്ത ഒരു വ്യക്തി നമ്മളോട് ഷെയർ ചെയ്തപ്പോൾ ഓർമ്മശക്തിയെപ്പറ്റി ഡോക്ടർ പറഞ്ഞു ഇതൊരു വലിയൊരു അത്ഭുതമാണെന്ന്. ഈ അത്ഭുതങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വിശ്വാസമുള്ളവർക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. കർത്താവായ ദൈവം പറയുന്നത്, നിൻ്റെ വലതു കൈ പിടിച്ചിരിക്കുന്ന ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്നാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 41-ാം അധ്യായത്തിൽ പറയുന്നത്.
അതുപോലെ തന്നെയാണ് ഉടമ്പടി മക്കൾക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഏതവസ്ഥയിലാണേലും നമ്മുടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കാനും നമ്മളെ ഈശോയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ നമ്മുടെ കൂടെയുണ്ട്. ഡോക്ടർ പറഞ്ഞ പോലെ മിറക്കിളിനപ്പുറമുള്ളൊരു മിറക്കിളാണിത്. ജീവിതത്തിൽ നമ്മൾ എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ, വേദനകളിലൂടെ കടന്നു പോവുകയാണെങ്കിലും ഉടമ്പടിയിലാണെങ്കിൽ നമ്മുടെ ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കൈ പിടിച്ച് മുന്നോട്ട് നടത്തുമെന്നുള്ള ഒരു വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാണ് ഈ മകൻ പറഞ്ഞത്. എനിക്ക് തന്നെ വന്ന് ഉടമ്പടി എടുക്കണം, എനിക്ക് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ ആലയത്തിൽ വന്ന് പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷി പറയണമെന്നാണ് ഈ മകൻ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇന്ന് സ്വയമായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ നല്ലൊരു സാക്ഷിയായിട്ട് തന്നെയാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഈ മകൻ ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. പിന്നെ പറഞ്ഞത് അഖണ്ഡ ജപമാല റാലി. എത്ര ബുദ്ധിമുട്ടിയാണ് ആ അമ്മ കൊടുത്ത സ്നേഹം, ഈ മകനും ആ അമ്മയോടുള്ള സ്നേഹം. ഈശോയും അമ്മയോടും കൊടുത്ത ആ സൗഖ്യത്തിന്, രോഗസൗഖ്യത്തിന് ആ മകൻ അന്ന് അഖണ്ഡ ജപമാല റാലിക്ക് ഇത്രയും സ്ട്രോക്ക് കഴിഞ്ഞ ഒരു വ്യക്തി അത്രയും ദൂരം നടന്നത് ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമാണ്, അമ്മയെ എനിക്ക് ആ പള്ളിയുടെ പടിയിലെത്തിക്കണമെന്നാണ്. കൊന്തയും കാശുരൂപവും എല്ലാം ഉണ്ടായിരുന്നിട്ടും ഈ മകൻ ഭക്തിയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാണ് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തത്. ഇതാണ് ഈ മകൻ്റെ സ്നേഹം ഈശോയുടെ അമ്മയോടും ഉള്ളത്. നമുക്കും ഏതവസ്ഥയിലായാലും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ഈശോയും അമ്മയും നമ്മളെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ, ഭക്തിയോടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. സജു SM കുടുംബത്തിന് ലഭിച്ച സ്പെഷ്യലി ഈ രോഗസൗഖ്യത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശുവേ. പരിശുദ്ധമായ ഈ അൾത്താരയിൽ ഒരു യോഗ്യതയും ഇല്ലാത്ത എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയുവാൻ അനുഗ്രഹിച്ച എൻ്റെ ഈശോപ്പയ്ക്കും എൻ്റെ അമ്മ മാതാവിനും എൻ്റെ മോശപിതാവിനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ജോസഫ് അച്ഛനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ബിന്ദു. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാനിവിടെ ഉടമ്പടി എടുത്തത് 19/10/2024 എനിക്ക് ഇവിടെ വരാനുണ്ടായ സാഹചര്യം, ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഓഫീസിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവളാണ് ഇവിടെ ആദ്യം ഉടമ്പടി എടുത്തത്. അവൾ വഴി എനിക്ക് കൃപാസന പത്രം തന്നു. പക്ഷേ ഞാൻ ആ പത്രം വായിച്ചില്ല. ഞാൻ എൻ്റെ മേശയുടെ ഒരു സൈഡിൽ ഞാൻ മാറ്റി വെച്ചു. എനിക്ക് വായിക്കാൻ മനസ്സ് വന്നില്ല. ഞാൻ അച്ഛൻ്റെ യൂട്യൂബിൽ ഇടയ്ക്ക് ടോക്കുകൾ വരുമെങ്കിലും എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ എൻ്റെ അച്ഛനെ ഞാൻ തള്ളി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഞാൻ കോടാനുകോടി മാപ്പ് ചോദിക്കുന്നു. പിന്നെ എനിക്ക് അങ്ങനെ ഞാൻ ഫ്രീ ആയിരുന്നപ്പോൾ എനിക്ക് തോന്നി അത് വായിക്കണമെന്ന്. ഞാനങ്ങനെ ഓരോ സാക്ഷ്യങ്ങളും വായിച്ചു. അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് സാക്ഷ്യങ്ങളിലൂടെയാണെന്ന്. കാരണം അതിലെ സാക്ഷ്യങ്ങളെല്ലാം അനുഭവങ്ങളായിരുന്നു ഓരോരുത്തരും പങ്കുവച്ചിരുന്നത്. അപ്പോൾ എനിക്ക് വിശ്വാസം വർദ്ധിച്ചു. അപ്പോൾ എനിക്ക് ഇവിടെ അക്രൈസ്തവയാണ് ഞാൻ, എനിക്കിവിടെ വരണമെന്ന് വളരെ ആഗ്രഹം. അപ്പോൾ ഒരു ദിവസം ഞാൻ വെറുതെ എങ്കിലും എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് എനിക്ക് കൃപാസനത്തിൽ പോകണമായിരുന്നു, പക്ഷേ എനിക്ക് അറിയില്ല അത് എവിടെയാണെന്ന്. അപ്പോൾ വേഗം എൻ്റെ ഭർത്താവ് പറഞ്ഞു അതിനെന്താ ഞാൻ കൊണ്ടുപോകാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, നിയോഗം എഴുതി. പക്ഷേ ആ നിയോഗം എന്താണെന്ന് പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ പണ്ട് മുതലേ യേശുവിനെ സ്നേഹിക്കുന്ന ഒരാളാണ്. എനിക്ക് കിട്ടിയ ആദ്യ രോഗസൗഖ്യമാണ്. കാരണം എനിക്ക് ആദ്യ ഉടമ്പടിയിൽ തന്നെ എൻ്റെ ബ്രസ്റ്റിൽ എനിക്ക് തടിപ്പും ഈ കഷത്തിലും തടിപ്പ് പോലെ വന്നായിരുന്നു. അപ്പോൾ ആ തടിപ്പ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. കാരണം എൻ്റെ കൂട്ടത്തിലുള്ള ഒരു റിലേറ്റീവിന് ഇതുപോലെ വന്ന് മരണപ്പെട്ടതാണ്. അപ്പോൾ എനിക്ക് പേടിയായി. അപ്പം ഞാൻ എൻ്റെ മരുമോള് എൻ്റെ മോൻ്റെ കൂടെ ഗൾഫിലായിരുന്നു. അപ്പോൾ വന്നപ്പോൾ എന്നെ കൊണ്ടുപോയി അപ്പോൾ സർജനെ കാണിച്ചപ്പോൾ മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു, 2 ബ്രസ്റ്റും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 ബ്രസ്റ്റും മാമോഗ്രാം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ തൈലം ഞാൻ പുരട്ടുമായിരുന്നു. ഉപ്പ് ഞാൻ ചൂടുവെള്ളത്തിൽ ചെറുതായിട്ട് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാൻ കഴിക്കുമായിരുന്നു. തേനും കഴിക്കുമായിരുന്നു. അപ്പം ഞാൻ ഈ തൈലം ഞാൻ പുരട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരത് തുടച്ച് കളഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ കാശ് രൂപം ഞാൻ വിട്ടില്ല. ഞാൻ ഓരോ 2 സൈഡിലും ചെയ്തപ്പോൾ ഓരോ സൈഡിലോട്ട് ഞാൻ മാറ്റി പിടിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അമ്മനോട് പറഞ്ഞു, അമ്മേ എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തണമെന്ന്. അങ്ങനെ ഞാൻ താഴെ മാമോഗ്രാം ചെയ്ത് താഴെ സ്കാനിങ്ങിന് ചെന്നപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്തിനാ സ്കാൻ ചെയ്തത്. ഞാൻ പറഞ്ഞു ഇതുപോലെ സർജൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല, അതെന്തോ കൊഴുപ്പിൻ്റെ ആയിരുന്നു എന്ന് പറഞ്ഞു.
അതുപോലെ തന്നെ അതിന് മുന്നേ വർഷങ്ങളായിട്ട് എൻ്റെ വയറ്റിൽ മുഴകൾ ഉണ്ടായിരുന്നു. ഓരോ സ്കാൻ കഴിയുമ്പോഴും ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ വയറ് വല്ലാതെ വീർത്തിരിക്കുമായിരുന്നു. അപ്പോൾ ഈ സമയത്ത് എൻ്റെ ഈ മാമോഗ്രാം ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ആ സ്കാൻ റിസൾട്ട് കാണിച്ചപ്പോൾ സർജനോട് പറഞ്ഞു എൻ്റെ വയറ്റിൽ ഇതുപോലെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വയറ്റിൽ ഒരു കുഴപ്പവുമില്ല, മുഴകളൊന്നുമില്ല, ഇത് താനെ പോകുന്ന മുഴകളാണ്. പക്ഷേ അത്രയും ഉടമ്പടിക്ക് മുന്നേ ഒരു ഡോക്ടർമാർ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഞാൻ പിന്നെ അതിന് ഫോളോ അപ്പും ചെയ്തിട്ടില്ല. എൻ്റെ വയറ് മറ്റേത് ഇങ്ങനെ എനിക്ക് സാരിയെ കൊടുക്കാൻ നാണമായിരുന്നു, ഇത്രയും വീർത്തിരുന്നായിരുന്നു. ഇപ്പോൾ എൻ്റെ വയറ് സാധാരണ രീതിയിലുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് വെച്ചാൽ എന്നെയും എൻ്റെ ഭർത്താവിനും വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷിച്ചത്. ഞാനും ഭർത്താവും കലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിച്ചാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. ഞങ്ങൾ കണ്ടെയ്നർ വഴിയാണ് വരുന്നത്. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഞങ്ങൾ ബോൾഗാട്ടിൽ നിന്ന് 2-ാം പാലം കയറിയപ്പോൾ വലിയൊരു കണ്ടെയ്നർ. അപ്പോൾ ഞങ്ങൾ ചേട്ടനപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി, പുറകെ കാറുകൾ വരുന്നുണ്ട്, ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. പക്ഷേ നടുക്കെത്തിയപ്പോഴത്തേക്കും ബെൽറ്റ് പൊട്ടിപ്പോയി. ആദ്യത്തെ അനുഭവമാണ്. അപ്പം ഞങ്ങൾക്ക് അറിയില്ല, പെട്ടെന്ന് സ്റ്റക്കായി വണ്ടി. ചേട്ടന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടാൻ പറ്റുന്നില്ല, പുറകെ നിന്ന് കാറുകൾ വരുന്നു. പക്ഷേ ആ ഒരനുഭവം എനിക്ക് മറക്കാൻ പറ്റില്ല. ഒരു അപകടം കൂടാതെ എൻ്റെ ഹസ്ബൻഡിന് ആ വണ്ടി സൈഡിലോട്ട് ഒതുക്കാൻ പറ്റി. പിന്നെ 5-8 കിലോമീറ്റർ വേണം മഞ്ഞുമക്കവലിലെത്താൻ. ഞാനപ്പോൾ ഭയങ്കര വിഷമിച്ചു. മഴയും പൊടിയുന്നു. അവിടെ നിന്ന് നമുക്ക് വണ്ടി വെക്കാനുള്ള സൈഡില്ല. അവിടെയുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മേ, ഞാൻ കരഞ്ഞു. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്ന് ഒഴുകിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ഉടമ്പടിയിലല്ലേ അമ്മേ. എന്നിട്ട് അത് പറഞ്ഞ് ഞാനിങ്ങനെ നടന്നു. പക്ഷേ വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ ഭർത്താവിന് ഇപ്പോഴും വിശ്വാസമല്ല. ഭർത്താവ് അതൊരു അത്ഭുതമാണെന്ന് പറയും. കാരണം 1/2 മണിക്കൂർ ഞങ്ങൾ മഞ്ഞമ്മക്കവലിൽ ആ വണ്ടി ഉന്തിക്കൊണ്ട്, എത്ര പാലമുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, അതിൽ ഓടിച്ചു പോയാൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ, ഒരു ടെൻഷനും കൂടാതെ ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത്. ആ വണ്ടി കൊണ്ടുപോയി വെക്കാൻ ചെന്നപ്പോഴും ഞാൻ പെട്ടെന്ന് ആ വീടിൻ്റെ അകത്തോട്ട് നോക്കിയപ്പോൾ വലിയൊരു മാതാവിൻ്റെ ഒരു ഫോട്ടോ. ഞാനപ്പോൾ പറഞ്ഞ്, സജി, നമ്മൾ മാതാവിൻ്റെ അടുക്ക മാതാവാണ് നമ്മളെ കൊണ്ടുവന്ന. ഒരാഴ്ച വണ്ടി അവിടെ വെച്ചിട്ടാണ് ഞങ്ങളത് എടുത്തത്. അതുപോലെ തന്നെ പിന്നെയുള്ള രോഗസൗഖ്യം, എൻ്റെ ബ്ലഡ് പ്രഷർ 3 വർഷമായിട്ട് ഞാൻ 50 mg ഗുളികയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു സാക്ഷ്യത്തിൽ കേട്ടു, ഒരു ചേട്ടൻ പറയണ കേട്ടു, ഇതുപോലെ എനിക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നു, ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പോൾ ഞാൻ അമ്മനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, ഉടമ്പടി തൈലമൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായി മാറിയെന്ന്. അപ്പം ഞാനും പറഞ്ഞു, അമ്മേ, ആ ചേട്ടന് മാറ്റിയത് കൂട്ട് തന്നെ എൻ്റെ പ്രഷർ മാറ്റണേ. 50 mg ഗുളികയും കൊളസ്ട്രോളിൻ്റെ ഗുളികയും ഞാൻ കഴിക്കുന്നുണ്ട് അമ്മേ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ തല പൊട്ടിപ്പോണ കൂട്ട് എനിക്ക് തോന്നും. ഭയങ്കര വേദനയും തലവേദനയും, കണ്ണൊന്നും കാണാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഈ ഗുളികൾ, കൊളസ്ട്രോളിൻ്റെയും ബിപിയുടെയും ഗുളിക ഞാൻ കഴിക്കില്ല. ഈ 4ാമത്തെ പുതുക്കലിന് ശേഷം ഞാൻ ആ ഗുളികകൾ ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല. ഞാനത് മാറ്റിയിട്ട് ഞാൻ അമ്മ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അവിടെ കൊണ്ട് എൻ്റെ ഗുളികകൾ വെച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഇത് ഞാൻ ഇവിടെ അമ്മയ്ക്ക് വെച്ചിരിക്കുകയാണ്, ഞാനിത് ഉപയോഗിക്കില്ല, എൻ്റെ പ്രഷർ അമ്മ മാറ്റിയാൽ മതി. ഞാൻ അതിന് മരുന്നായിട്ട് കാണുന്നത്, വെളുപ്പിനെ ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ ആ തൈലം നെറ്റിയിലും എൻ്റെ അതായത് ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ എന്ന് ജോസഫ് അച്ഛൻ പറയും. അപ്പോൾ ഞാൻ ഉച്ചിയിലും ഉള്ളംകാലിലും ഞാൻ പുരട്ടി ഞാൻ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് തേൻ കുടിക്കും. അത് കഴിഞ്ഞ് ഞാൻ ആദ്യം കഴിക്കുന്നത് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട്, പ്രഷറിന് ഉപ്പ് പാടില്ലെന്നാണ് പറയുന്നത്, പക്ഷേ ഞാൻ കഴിക്കുന്ന മരുന്ന് ഉപ്പിട്ടിട്ട് ഞാൻ ആ വെള്ളം കുടിക്കും. ഒരു 1.5 ഗ്ലാസ് വെള്ളം കുടിക്കും. അതാണ് എൻ്റെ മരുന്ന്. എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഇപ്പം സിസ്റ്റം നോക്കാനോ തലവേദന എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്കറിയാൻ പറ്റും, എനിക്ക് പ്രഷർ കൂടിയാൽ എനിക്കറിയാൻ പറ്റും. എനിക്ക് ഒരു വർക്ക് പോലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ രോഗസൗഖ്യം. പിന്നെ ഏത് മാസമാണെന്ന് എനിക്കറിയില്ല, വേറൊരു രോഗസൗഖ്യം. എൻ്റെ മുട്ടിന് മുകളിലായിട്ട് കേട്ടിട്ടുണ്ടാവും ആളുകൾ, നീളത്തിലുള്ള മുഴകളുണ്ടായിരുന്നു. അത് 1.5 വർഷം വരെ കുഴപ്പമില്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ വേദന തുടങ്ങി, എനിക്ക് പേടിയായി തുടങ്ങി. ഞാൻ വീട്ടിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോടും എൻ്റെ ഹസ്ബൻഡിനോടും എൻ്റെ മരുമകളോടൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ പേടിയാണ്, എന്താ ഇത്. അപ്പോൾ അടുത്തടുത്ത് ചെറിയ മുഴകൾ വരാൻ തുടങ്ങി, നീളത്തിലെ മുഴ കൂടാതെ. അത് വേദനയായി തുടങ്ങി. അപ്പോൾ ഒരു 4-ാം തീയതി ജോസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനം ഞാൻ മുടക്കാറില്ല. അത് ഉടമ്പടി ധ്യാനത്തിൽ ജോസഫച്ചൻ പറഞ്ഞു, കർത്താവ് മുട്ടിന് മുകളിൽ നീളത്തിലുള്ള മുഴകൾ സൗഖ്യപ്പെടുത്തുന്നെന്ന് പറഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞു, കർത്താവേ, അതെൻ്റെ ഇരിക്കണേന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കണ്ണീരോടുകൂടി.
അപ്പോൾ അന്നേരം പറയില്ല. പക്ഷേ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മുട്ടിൻ്റെ മുകളിലെ മുഴകൾ പതുക്കെ പതുക്കെ താഴാൻ തുടങ്ങി. ഇപ്പോൾ അതവിടെ ഇല്ല. അങ്ങനെ എനിക്കൊരു സൗഖ്യം കിട്ടി. പിന്നെ എൻ്റെ ജോലി, എൻ്റെ മരുമകൾ, എൻ്റെ മോനുമൊക്കെ പുറത്താണ്. അപ്പം മരുമോൾ ഡെലിവറിക്കായിട്ട് വന്നപ്പോൾ എൻ്റെ ജോലി ഞാൻ 3 മാസത്തേക്ക് ലീവ് ചോദിച്ചു. അപ്പോൾ മാഡം പറഞ്ഞു ശരി എടുത്തോ എന്ന് പറഞ്ഞു. പക്ഷേ ഞാനിനി തിരിച്ച് ചെല്ലില്ലെന്ന് വിചാരിച്ച് അവർ വേറെ ആളെ വെച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാനപ്പോൾ എൻ്റെ ഒരു ധ്യാനത്തിൽ പറഞ്ഞു, അമ്മേ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ജോലി ഉണ്ടായിരുന്നു, എനിക്ക് 3 മാസം ഞാൻ ലീവ് പറഞ്ഞു. എനിക്ക് ആ 3 മാസം, അതായത് അമ്മനോടൊരു വാശി പോലെ ഞാൻ പറഞ്ഞു, എനിക്ക് 3 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ആ ജോലി തരണം. എനിക്ക് ഫെബ്രുവരി 25-ാം തീയതി ആകുമ്പോൾ 3 മാസം തികയും. പക്ഷേ ഫെബ്രുവരി 21-ാം തീയതി എനിക്ക് അതിലും കൂടുതൽ സാലറിയോടുകൂടെ അതിലും ഉയർന്ന തസ്തികയിൽ എനിക്ക് ജോലി ലഭിച്ചു. അതുകൂടാതെ തന്നെ എൻ്റെ അമ്മ മാതാവിൻ്റെ ഒരു ചാപ്പൽ അവിടെയുണ്ട്. എനിക്ക് ഈ ജോലിയും കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ആ ചാപ്പലിൽ നിന്ന് ഈശോപ്പനോടും അമ്മ മാതാവിനോടും എനിക്ക് പ്രാർത്ഥിക്കാനുള്ള സമയം കിട്ടി. ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഭർത്താവ് എന്നെ വന്ന് എന്നും കൂട്ടിക്കൊണ്ട് പോരുന്നത്. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് മാത്രമല്ല, എൻ്റെ മക്കൾക്കും എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവർ വരാത്തതുകൊണ്ട് എൻ്റെ കുഞ്ഞിനും കിട്ടിയിട്ടുണ്ട്. പക്ഷേ വരാത്തതുകൊണ്ട് എനിക്ക് ഇതിവിടെ പറയാൻ പറ്റില്ല. അവരിവിടെ ഇല്ല, അവർ പുറത്താണ്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവർക്കും പത്രം കൊടുക്കും. ഞാൻ പ്രാർത്ഥിച്ച് ഉപ്പ് ഞാൻ വിതറിയിട്ട് ഞാൻ പറയാം, അമ്മേ അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ ഇത് കിട്ടണേ, അവരിതെല്ലാം വായിച്ച് നോക്കണേ, എന്നെപ്പോലെ ആദ്യം തട്ടിക്കളയരുതേ, ഇത് എന്നെപ്പോലെ ആകരുതേ, ആദ്യമേ കിട്ടുന്ന അനുഗ്രഹം അവർക്ക് കൊടുക്കണേ, എല്ലാ മക്കളുടെയും പ്രാർത്ഥന അമ്മ കേൾക്കണമേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിച്ച് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേറൊരു അനുഗ്രഹം കിട്ടിയത്, എനിക്ക് ഒരു വർഷം 2019-10-2024 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതുപോലെ തന്നെ 2025-19-10-2025 എനിക്ക് ഇവിടെ കൊരട്ടി മുത്തിയുടെ അടുത്ത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഞാൻ ആ ചാപ്പലിൽ ചെന്നപ്പോൾ കുറേ പത്രം ഇരിക്കുന്നു. അപ്പം ഞാൻ വേഗം അതെടുത്തിട്ട് ഓർത്തു, നാളെ എനിക്ക് 1 വർഷം തികയാണ്. അപ്പം അമ്മയുടെ പത്രം കൊരട്ടി പള്ളിയിൽ അവിടെ വരുന്ന ആളുകൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡും അവിടെ കൊടുത്തു. അതിൻ്റെ തലേന്ന് എനിക്ക് കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ പറ്റി. അവിടെ ഒരു ഓർഫനേജിൽ ഞങ്ങൾ ഇവിടെ നിന്ന് എൻ്റെ ഭർത്താവും ഞാനും കൂടി കുറേ ഡ്രസ്സുകൾ കുട്ടികൾക്ക് കൊണ്ടു കൊടുത്തപ്പോൾ ആ സിസ്റ്റർ കൈകൂപ്പി വളരെ നന്ദി. ഞാൻ പറഞ്ഞു, കൈ കൂപ്പരുത്, ഇത് ഞങ്ങളുടെ തരുന്നതല്ല, ഇത് അമ്മ മാതാവ് തരുന്നതാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് അവിടെ ഭയങ്കര പ്രകാശം. പുറകിലോട്ട് ഞാൻ പറഞ്ഞു എന്താ എന്ന് വെച്ചാൽ അത് നോക്കിയപ്പോൾ അമ്മ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുകളിലിരുന്ന ഫ്ലഡ് ലൈറ്റ് ഭയങ്കര പ്രകാശത്തോടെ അന്നേരം ഓണാക്കിയത്. അപ്പം ഞാൻ പറഞ്ഞു അമ്മ മാതാവിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഇതുപോലെ ഒന്നും കിട്ടാതെ ഇരിക്കുന്ന ഒരു ഓർഫനേജ് ഉണ്ട്, ഞങ്ങൾക്ക് പേര് പറയാൻ എനിക്ക് ആഗ്രഹമില്ല, ആ ഓർഫനേജിലും ഇതുപോലെ സഹായം ചെയ്യണമെന്ന്. ഞങ്ങൾ ഈ ക്രിസ്മസിന് മുമ്പ് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മരുമോളുടെ അച്ഛനും കൂടി പോയി അവിടെ മക്കൾക്ക് ഒരുപാട് പുതിയ ഡ്രസ്സുകൾ വാങ്ങി അവിടെ കൊടുക്കാൻ, ആ മക്കളെ കാണാനും അവരുടെ കൂടെ ഇരിക്കാനും സാധിച്ചു. അതുപോലെ തന്നെ കൃപാസനത്തിൽ ഞാൻ 10 ഡ്രസ്സ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ എൻ്റെ അടുത്ത് ഒരു പാവപ്പെട്ട അച്ഛനും അമ്മയുണ്ട്. ഞാൻ ഇന്നൊന്നല്ല, പണ്ട് മുതലേ ഞാൻ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്ക് സങ്കടപ്പെടുന്ന ഒരു കാര്യം കണ്ടാൽ ഞാൻ അവരുടെ കൂടെ ഇരുന്ന് കരയും. എൻ്റെ ചേട്ടൻ പറയും പെട്ടെന്ന് കരയുന്നവർ കള്ളികളാണെന്ന് പറയും. അപ്പം ഞാൻ ചിരിക്കുള്ളൂ. കാരണം എനിക്ക് പെട്ടെന്ന് മനസ്സ് വേദനിക്കും. എനിക്ക് കുട്ടികളെയാലും പ്രായമുള്ളവരൊക്കെ കണ്ട് എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. അപ്പം ഞാൻ അവർക്ക് എൻ്റെ വീട്ടിൽ മേടിക്കുന്ന എന്താണെങ്കിലും ഞാൻ അതിലൊരു പങ്ക് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ ചെയ്യുന്നതാണ്. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലുതാകാൻ സാധിച്ചു. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തെറ്റ് പറയാറില്ല, പക്ഷേ തെറ്റാണെന്ന് തോന്നിയാൽ ഞാനൊരു മുഖത്തടിച്ചോണമെന്ന് പറയുന്നത്. അത് പക്ഷേ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണെന്ന്. പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ അവരോട് ഭയങ്കര ഹാർഡായിട്ട് സംസാരിക്കും. അത് ഓണറാണെന്നോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെന്നോ ഞാൻ നോക്കാറില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ഭർത്താവ് പോലും എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ സംയമനം പാലിക്കാൻ എനിക്ക് സാധിക്കും. മറ്റുള്ളവർ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അവർ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ഞാൻ അവരോട് മറുപടി പറയൂല. ഞാനത് കേട്ടു അപ്പം തന്നെ എൻ്റെ മാതാവ് എൻ്റെ മനസ്സിൽ വരും. ഈശോപ്പൻ പറയുന്നുണ്ടല്ലോ, സ്നേഹം കരുണയുള്ളിടത്തെ ഈശോപ്പനുള്ളെന്ന്. അപ്പോൾ ഈശോപ്പൻ എന്നിൽ നിന്ന് വിട്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്നേഹവും കരുണയുമാണ് ഈശോപ്പന് ഏറ്റവും ഇഷ്ടം. അപ്പം അത് എൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള കാലം മുഴുവൻ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ആഗ്രഹം. അച്ഛൻ്റെ വെളുപ്പിനുള്ള ടോക്ക് കഴിഞ്ഞാൽ ഞാൻ
ഒരു 3/4 മണിക്കൂർ അത് കഴിഞ്ഞ് ദിവസം ഉള്ള പ്രാർത്ഥനകൾ, രാവിലത്തെ പ്രാർത്ഥന, അങ്ങനെ ഒരുപാട് പ്രാർത്ഥന കഴിഞ്ഞാണ് ഞാൻ അടുക്കളയിലോട്ട് കയറുന്നത്. വൈകിട്ടും അച്ഛൻ്റെ ടോക്ക് കഴിഞ്ഞാൽ രാത്രി ജപം, ബൈബിൾ വായന, ജപമാല വായന. ഞാൻ ക്രൈസ്തവരാണെങ്കിലും എനിക്ക് അതൊക്കെ വളരെ സന്തോഷം. എനിക്ക് പിന്നെ ഞാൻ ജോലിക്ക് ഇറങ്ങുമ്പോൾ ഞാൻ സംരക്ഷണ പ്രാർത്ഥന, പിന്നെ വിശ്വാസ പ്രമാണം, സ്വർഗസ്നവിധ, നന്മ നിറഞ്ഞറിയും, ഇത് തന്നെ ഞാൻ ചൊല്ലിക്കൊണ്ട് പോകും. ഇത് എനിക്കറിയില്ല എവിടെ നിന്നാണ് എന്നെ ഓർമ്മപ്പെടുത്തണേന്ന്. എനിക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അപ്പോൾ ഓർമ്മ വരും. അപ്പം തന്നെ ഞാനിത് പ്രാർത്ഥിക്കും. ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് വളരാൻ സാധിച്ചു. എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരാൻ സാധിച്ചു. മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാൻ സാധിച്ചു. ബൈബിളുണ്ട് എനിക്ക് ജോലി കിട്ടിയ ഒരു വലിയൊരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വളരെ വിഷമിച്ചായിരുന്നു. അപ്പോൾ ബൈബിളിൽ ഞാൻ പറയും എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ബൈബിൾ തുറക്കും. അപ്പം ഞാനന്ന് ബൈബിൾ തുറന്നപ്പോൾ അതിൽ കണ്ട എനിക്കൊരു ചേച്ചി എന്ന ബൈബിളാണ് പണ്ട്. അപ്പോൾ എൻ്റെ യേശുവിനുള്ള വിശ്വാസം കൊണ്ട് അപ്പോൾ അതിൽ വായിച്ചപ്പോൾ അതിൽ 2002 ഒരു റെസീറ്റ് ഇരിക്കുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന അടുത്ത ലിറ്റിൽ ഫ്ലവർ ചർച്ചിലെ ബൈബിളാണ് ഈ റെസീറ്റ്. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ പറയുന്നത് അറിയാതെ, അമ്മേ ഇത് ലിറ്റിൽ ഫ്ലവർ ചർച്ച്, എനിക്ക് അമ്മ അവിടെയാണ് ജോലി തരാൻ പോണം, പക്ഷേ ഇനി ഒരു സ്ഥാപനം അവിടെ ഇല്ലല്ലോ അമ്മേ, പിന്നെ എനിക്ക് എങ്ങനെ അമ്മ ജോലി തരുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ 21 അതിന് ഒരു 18-ാം തീയതി ഞാൻ ഇത് 5 മിനിറ്റുള്ള ഈ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, എനിക്ക് 5 മിനിറ്റുള്ള ഈ വചനം കഴിഞ്ഞതിന് മുമ്പ് തന്നെ എനിക്ക് മറുപടി അമ്മ തന്നെന്ന് പറഞ്ഞപ്പോൾ ആ ധ്യാനത്തിൻ്റെ ഒരു 5 മിനിറ്റ് പോലും ആയില്ല, എനിക്കൊരു കോള് വന്നു. ഞാൻ എഴുതി വെച്ചൊരു പേരുണ്ട്, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ആ പേരിനോട് സാമ്യമുള്ള ഒരു പേര്, വലിയൊരു സ്ഥാപനം, 10-35 വർഷമായിട്ടുള്ള സ്ഥാപനത്തിൽ നിന്ന് എന്നെ വിളിച്ചത്, ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് ആ 16-ാം തീയതി, എനിക്ക് 21-ാം തീയതിയാണ് ഞാൻ അവിടെ ജോലി കയറുന്നത്. ആ 16-ാം തീയതി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ അടുത്ത്, ലിറ്റിൽ ഫ്ലവർ ചർച്ചിൻ്റെ അടുത്ത് പുതിയതായിട്ടൊരു സ്ഥാപനം തുടങ്ങി. 21-ാം തീയതി ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അമ്മയുടെ ഏറ്റവും വലിയ അത്ഭുതമാണെന്ന് ഞാനിത് പറയുള്ളൂ. കാരണം നിങ്ങളെന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ അത്രയും 3 മാസമേ ഉള്ളൂ ഞാൻ അവിടെ നിന്ന് പോന്നിട്ട്, പക്ഷേ അവിടെ അങ്ങനെ ഒരു സ്ഥാപനം ഉയരുന്നത് പോലും എനിക്കറിയാൻ പാടില്ലായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് നടക്കുന്നിടത്ത് എനിക്ക് അമ്മയുടെ അടുത്ത്, ആ ജോലി സ്ഥലത്തടുത്ത് അമ്മയുടെ ചാപ്പലും തന്ന് എനിക്ക് എന്നും അമ്മയുടെ പ്രാർത്ഥിക്കാനും ഈശോപ്പനോടും പ്രാർത്ഥിക്കാനും കൃപ തന്ന് എനിക്കറിയാം. എനിക്ക് ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ മനസ്സുരുകി കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പറഞ്ഞ വിശ്വസിക്കുന്ന അറിയില്ല. ഞങ്ങൾ വില്ലകളിലാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങളുടെ വില്ലകളിൽ ആരും പ്രാവിനെ വളർത്തുന്നില്ല. അപ്പം ഞാനിങ്ങനെ കണ്ണീരോടെ ഇങ്ങനെ കുമ്പിട്ടിരുന്ന് വിളക്ക് വെച്ചിട്ട് ഞാനിങ്ങനെ ഭയങ്കര ചെറുകടി ശബ്ദം. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തലപൊക്കി നോക്കിയപ്പോൾ എൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വീടിൻ്റെ മുകളിൽ 3 പ്രാവുകൾ, ഒരു വെള്ള ചെറിയ പ്രാവും വേറെ 2 പ്രാവും, അതെന്നെ ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഭയങ്കര ചെറിയ ശബ്ദത്തിൽ പറന്നുപോയി. അപ്പോൾ എൻ്റെ പെട്ടെന്ന് മനസ്സിൽ വന്നത്, ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ ഔസേ പിതാവും എൻ്റെ മാതാവും എൻ്റെ ഈശോപ്പയും എൻ്റെ അടുത്ത് വന്നതാണ്. ഞാനതെല്ലാവരോടും പറഞ്ഞായിരുന്നു. പിന്നെ ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അത് ചെറുതും അതിവിടെ പറയാനായിട്ട് സമയപരിധി മൂലം ഞാൻ പറയുന്നില്ല. നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, അമ്മയെ മനസ്സുരുകി വിളിച്ചാൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു അമ്മയെയാണ് നമുക്ക് ജോസഫച്ചൻ തന്നിരിക്കുന്നത്. ജോസഫച്ചൻ്റെ 40 വർഷത്തെ പുരോഹിത ജീവിതത്തിൽ നമുക്ക് തന്ന ഏറ്റവും വലിയ പുണ്യമാണ് നമ്മുടെ ജീവനുള്ള അമ്മ. എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ ആ അത്ഭുതങ്ങളൊന്നും ഇവിടെ ഇപ്പോൾ പ്രസക്തമല്ല. കാരണം അതിലും വലിയ അത്ഭുതങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന, ഇനിയും എനിക്ക് ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ആഗ്രഹം. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ഈശോപ്പയ്ക്കും എൻ്റെ മോശപിതാവിനെ പോലും ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ജോസഫച്ചനും കോടാനുകോടി നന്ദി. സങ്കീർത്തനം 23:4 വചനം പറയുന്ന ഇപ്രകാരമാണ്: മരണത്തിന് നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. മനുഷ്യജീവിതത്തിൽ ഭയപ്പെടുന്ന ഘടകങ്ങളാണ് രോഗവും നഷ്ടവും അപകടങ്ങളും അനിശ്ചിതത്വങ്ങളുമെല്ലാം. എന്നിവയൊക്കെയാണ് മരണത്തിൻ്റെ നിഴലുകൾ നമ്മുടെ ജീവിതത്തിലുള്ളത്. ആ താഴ്വരയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ്, അത്തരമൊരു ഇരുണ്ട അവസ്ഥയിലൂടെ പോകേണ്ടി വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ദൈവത്തെ തിരക്കുന്നത്. ഈ അവസ്ഥകളിൽ കൂടി പോകേണ്ടി വന്നാലും ദൈവം നമുക്കൊപ്പം ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഉടമ്പടി മക്കൾക്ക് ഉടമ്പടി ജീവിതത്തിൽ ലഭിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും കഠിനവും ഇരുണ്ട സമയങ്ങളിലും ദൈവ സാന്നിധ്യം നമ്മെ സംരക്ഷിക്കുകയും ആശ്വസിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്നു എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ്
ഉടമ്പടി ജീവിതം. ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്ന ഉറപ്പ്, പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഒരു അനുഗ്രഹം, ഇത് തന്നെയാണ് ഈ അക്രൈസ്തവ മകളായ ബിന്ദു സജി നമ്മളോട് ഷെയർ ചെയ്തത്. പരിശുദ്ധ അമ്മയെ ആദ്യമായിട്ടറിയുന്നത് ഒരു ചെറിയ പത്രത്തിൽ കൂടിയാണ്. ആദ്യം അത് തിരസ്കരിച്ചെങ്കിലും പിന്നീട് മകൾക്ക് മനസ്സിലായി, എന്തോ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രചോദനമായി ആ പത്രം വായിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് സാക്ഷ്യങ്ങളെല്ലാം അനുഭവങ്ങളാണെന്ന്. പിന്നീടാണ് ഈ മകളുടെ ഒരു വലിയൊരു ഉടമ്പടി ജീവിതത്തിലേക്കുള്ള ഒരു യാത്ര. ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. ഹസ്ബൻഡിനും അധികം വിശ്വാസമൊന്നുമില്ലായിരുന്നു തുടക്കത്തിൽ. പിന്നീട് രണ്ടുപേരും പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതത്തിലേക്ക് കാലുവെച്ചു. പിന്നീട് ഈ മകൾ പറഞ്ഞ ഓരോ സൗഖ്യങ്ങളും, രോഗസൗഖ്യത്തിൻ്റെ കാര്യങ്ങൾ, ആദ്യം അറിഞ്ഞത് മൊമോഗ്രാം ചെയ്തപ്പോഴത്തേന് കഷത്തിലുണ്ടായിരുന്ന മുഴകളുടെ കാര്യം, വയറിലുണ്ടായിരുന്ന മുഴകളുടെ കാര്യം, പിന്നീടുണ്ട പല രോഗസൗഖ്യങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തപ്പോഴും ഈ മകൾ പറഞ്ഞത്, ഈശോയും അമ്മയോടും ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും തേച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. അതിന് ശേഷമാണ് പിന്നീട് ടെസ്റ്റ് ചെയ്താൻ പോയത്. ഉടമ്പടിക്ക് മുൻപ് പറഞ്ഞിരുന്നത് പിന്നീട് ഫോളോ അപ്പ് ചെയ്യണമെന്നായിരുന്നു. ഉടമ്പടിക്ക് ശേഷം ഡോക്ടർ പറഞ്ഞത് ഒരു കുഴപ്പവുമില്ല, ഒന്നും പേടിക്കേണ്ട എന്നാണ്. ഇതാണ് പറയുന്നത്. നമ്മൾ ദുഃഖത്തിൻ്റെ താഴ്വരയിൽ കൂടെ പോയുമ്പോഴും ഉടമ്പടി മക്കൾക്കുള്ള ആശ്വാസമാണ് നമ്മുടെ ഉടമ്പടി വസ്തുക്കൾ വിശ്വാസത്തോടെ ഉപയോഗിക്കുമ്പോൾ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയാണ് ഈ മകൾക്ക് രോഗസൗഖ്യം ലഭിച്ചത്. പിന്നീടുണ്ടായിരുന്ന ധ്യാനത്തിൽ പറഞ്ഞത്, അച്ഛൻ തന്നെ പറഞ്ഞു, കാലിൻ്റെ മുട്ടിലുണ്ടായിരുന്ന നീളത്തിലുള്ള ഒരു മുഴ അത് ഡിസപ്പിയർ ആവുന്നു എന്നാണ്, രോഗസൗഖ്യം ലഭിക്കുന്നു എന്നാണ്. ഈ മകള് 1.5 വർഷമുണ്ടായിരുന്ന ആ മുഴകൾ മാറുവാനായിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു. അച്ഛൻ അന്ന് പറഞ്ഞ ദിവസം ഈ മകൾ വീണ്ടും പ്രാർത്ഥിച്ചു. പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് 1.5 വർഷമുണ്ടായിരുന്ന ആ മുട്ടിനുണ്ടായിരുന്ന മുഴകളും രോഗസൗഖ്യമായി മുഴുവനായിട്ടങ്ങ് മാറ്റി തന്നത്. ഇതാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ. എത്ര വർഷങ്ങളുടെ കണക്കുകളല്ല അമ്മ നോക്കുന്നത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ കണക്കാണ് നോക്കുന്നത്. നമുക്ക് എത്ര വിശ്വാസമുണ്ട്, നമ്മുടെ വിശ്വാസം എത്ര ആഴത്തിലാണ് എന്നാണ് നോക്കിയാണ് ഈ മകളുടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ മകൾക്ക് ആ രോഗസൗഖ്യം ലഭിച്ചത്. പിന്നീട് ഈ മകൾ പറഞ്ഞത് BP-ൻ്റെ ഉള്ള അസുഖമാണ്. അത് ഈ മകൾ പറഞ്ഞ് സത്യത്തിൽ ഉപ്പ് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു അസുഖമാണ്. 3 വർഷമായിട്ട് ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന ഈ രോഗത്തിന് ഈശോയും അമ്മയോടും കനിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാണ് കഴിക്കരുതാത്ത ഉപ്പ് വിശ്വാസത്തോടെ ഈ മകൾ കഴിച്ചത്. നമ്മൾ കേട്ടതാണ് പഴയ നിയമത്തിൽ എലീശ പ്രവാചകന് എരിഹോമിലെ വെള്ളം മലിനമായിരുന്നപ്പോൾ അത് ശുദ്ധീകരിക്കാനായിട്ടും വന്ധ്യത ഉണ്ടാക്കുമായിരുന്നു ആ വെള്ളം. ആ വെള്ളമാണ് ഉപ്പിട്ട് ശുദ്ധീകരിച്ച് അവിടെയുള്ള ജനങ്ങൾക്ക് കൊടുത്തത്. അതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥനയോടെ നമ്മളെടുക്കുന്ന ഈ ഉപ്പ് ഈശോയും അമ്മയും അനുഗ്രഹിച്ച് തരുന്ന ഒരു വലിയ ഒരു ഔഷധമാണ്. ഈ മകള് അതാണ് ഔഷധമായി ഉപയോഗിച്ചത്. ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കി പ്രാർത്ഥിച്ച് ആ ഉപ്പാണ് BP എന്ന അസുഖത്തിന് ഉപയോഗിച്ചത്. 3 വർഷമായി ഉപയോഗിച്ചിരുന്ന ടാബ്ലറ്റാണ്. പിന്നീട് ടെസ്റ്റ് ചെയ്താൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനി അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്ന്. ഇതാണ് വിശ്വാസം. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നും നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് കഴിഞ്ഞു തരുമെന്നുള്ള ആ വിശ്വാസമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ മകളുടെ വിശ്വാസമാണ് ഒരുപക്ഷേ ഈ മകളെ രോഗസൗഖ്യം നൽകി ഇന്ന് ഈ പരിശുദ്ധ അമ്മയുടെ ആലയത്തിലെത്തിച്ചത്. പിന്നീട് വീണ്ടും ഈ മകൾ പറഞ്ഞത് ആക്സിഡൻറ്റിൽ നിന്നുള്ള സംരക്ഷണമാണ്. അതാണ് നമ്മൾ കേട്ടത്. ഈശോയും അമ്മയും കൂടെയുള്ളപ്പോൾ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ നിമിഷങ്ങളിൽ ദൈവ സാന്നിധ്യമാണ് നമ്മെ സംരക്ഷിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതെന്ന്. ആ മക്കളെ അന്ന് സംരക്ഷിച്ചത് തീർച്ചയായിട്ടും ഈശോയുടെ അമ്മയുടെയുമുള്ള സാന്നിധ്യമാണ്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ സാന്നിധ്യമാണ് ഇവരെ സംരക്ഷിച്ചത്, ഉടമ്പടി ജീവിതത്തിലുള്ള സാന്നിധ്യം. പിന്നെ ഈ മകൾ പറഞ്ഞത് പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പല കാര്യങ്ങളും എന്നെപ്പോലെ ആരും തട്ടിക്കളയരുതെന്നാണ് പറയണത്. ആ പത്രത്തിൻ്റെ കാര്യമായും പറഞ്ഞത് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം തേച്ച് യോഗ്യതയുള്ള ആവശ്യമുള്ള ആൾക്കാരുടെ കൈകളിൽ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാണ് ഈ മകൾ ഉടമ്പടി പത്രം വിതരണം ചെയ്തിരുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. അത് സ്വന്തം ജീവിതത്തിലുള്ള എക്സ്പീരിയൻസാണ് ഈ മകളെ അങ്ങനെ പ്രാർത്ഥിച്ച് കൊടുക്കുവാൻ സാധിച്ചത്.
ഇതും ഈശോയും അമ്മയും കഴിഞ്ഞൊഴുകിയ ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിലും നടക്കില്ല എന്ന് തോന്നുന്ന സമയങ്ങളിലും രോഗസൗഖ്യത്തിൻ്റെ നിമിഷങ്ങളിൽ നമ്മൾ പോകുന്ന ആ മരണത്തിൻ്റെ ആ താഴ്വരയിൽ കൂടെയുള്ള യാത്രയിൽ നമുക്കും ഓർക്കാം ഈശോയും അമ്മയും മുറുക്കെ പിടിക്കാനായിട്ട്. ഏത് താഴ്വരയിൽ കൂടെ കടന്നു പോയാലും ഈശോയും അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവർ തന്നെ നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കും. അമ്മയാണ് നമ്മളെ ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നത്. ഏതവസ്ഥയിലായാലും യേശുവിലേക്കുള്ള വഴി കാണിച്ചു തരുന്നത് അമ്മയാണ്. അമ്മ സ്വയം രക്ഷകയല്ല, പക്ഷേ രക്ഷകനിലേക്ക് നയിക്കുന്ന അമ്മയാണ്. അമ്മയുടെ മധ്യസ്ഥതയിൽ നാം ധൈര്യപൂർവ്വം പ്രാർത്ഥിച്ച് ഈശോയിൽ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. ബിന്ദു സജിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും രോഗസൗഖ്യത്തിന്, പിന്നീടുണ്ടായിരുന്ന ഈ മകൾ പറഞ്ഞ ജോലിയുടെ കാര്യവും, അതും ഒരു അപ്രത്യക്ഷമായിട്ടാണ് ഈ മകൾ പറഞ്ഞ. എപ്പോഴും ഞാൻ ബൈബിൾ തുറന്ന് ഈശോയുടെ അമ്മയുടെയും ആഗ്രഹം എന്താണെന്ന് നമ്മൾ ചോദിക്കുമായിരുന്നു എന്ന്. അതുപോലെ തന്നെയാണ് ആ മകൾ അന്നും ബൈബിൾ തുറന്ന് ജോലിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിച്ചുള്ള ആഗ്രഹത്തോടെയാണ് ബൈബിൾ തുറന്നത്. അന്നേരമാണ് പണ്ടെങ്ങോ കിട്ടിയിരുന്ന ഒരു റെസിപ്റ്റ്. ആ റെസിപ്റ്റിലുണ്ടായിരുന്ന ഈശോ ഓരോ സാന്നിധ്യം കാണിച്ചു കൊടുക്കുകയായിരുന്നു. ആ ബൈബിൾ തുറന്നപ്പോഴാണ് ആ റെസിപ്റ്റിലൂടെ അവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ പോകുന്നുവെന്ന് അമ്മയ്ക്ക് നേരിട്ട് അറിയാമായിരുന്നു. ഈശോയും അമ്മയും നമ്മുടെ കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് ഈ മകളോടൊരു സിഗ്നൽ കൊടുക്കുകയായിരുന്നു. അതാണ് ഈശോയും അമ്മയും തരുന്ന അടയാളങ്ങൾ അടുത്തറിയാനും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം അറിയുവാനും മനസ്സിലാക്കുവാനും ആ സംരക്ഷണത്തിൻ്റെ വലയത്തിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കുവാനും ഉള്ള കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ബിന്ദു സജിയും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.